സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃ ശുശ്രൂഷകന്മാർക്കും ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. യൂദായുടെ ലേഖനം നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ രാത്രിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, വേദപുസ്തകത്തിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, കമ്പൈൽ ചെയ്തിരിക്കുന്നത് വിഷയങ്ങളുടെ ക്രമം അനുസരിച്ചാണ്. വിഷയങ്ങളുടെ ക്രമം അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ആദ്യം അറിയേണ്ടത് ആദ്യവും രണ്ടാമത് അറിയേണ്ടത് രണ്ടാവും എന്ന ക്രമത്തിലായിരിക്കുന്നതിനാൽ 65-ാമത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ, വേണ്ടതുപോലെ ഗ്രഹിക്കണമെങ്കിൽ, അതിനു മുമ്പുള്ള 64 പുസ്തകങ്ങളെക്കുറിച്ച് ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. യൂദായുടെ ലേഖനം അത്രമാത്രം ഗഹനമാണ്. അത് പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനകരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതമായ ഒരു സന്ദേശമാക്കി നിങ്ങളുടെ മുമ്പിൽ അത് പറയുവാനായി ഞാൻ ഉത്സാഹിക്കുകയാണ്. അത് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനകരമാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു സ്കോളാസ്റ്റിക് ഇൻട്രസ്റ്റ് എന്നതിനേക്കാൾ, അറിവ് വർദ്ധിപ്പിക്കുക എന്ന ഒരു താല്പര്യം അതിനേക്കാൾ, നമ്മുടെ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ്, നമ്മുടെ ആത്മീയമായ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ക്ലാസ്സുകളാണിത്. സ്തോത്രം. അതുകൊണ്ട് ദയവീത് നിങ്ങൾ ആ ഒരു മനോഭാവത്തോടും പ്രാർത്ഥനയോടും കൂടി ക്ലാസ്സുകളിൽ സംബന്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. പുതിയ സഹോദരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാഞ്ഞവർ ഒരു വേള ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഇവിടെ കസറ്റുകൾ CD-കളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യമായിട്ടും പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്കത് കേൾക്കാൻ സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായ ഭാഗത്തേക്ക് തിരിയുകയാണ്. എന്നാൽ 1-2 വാക്കുകളിൽ മുഖവരിയായി പറഞ്ഞുകൊള്ളട്ടെ, അത് അത്യാവശ്യമായിരിക്കുമല്ലോ. നാം പൊതുവായി ചിന്തിക്കുന്നത് കർത്താവിന്റെ മടങ്ങിവരവിന് തൊട്ടു മുമ്പ് വലിയൊരു ഉണർവുണ്ടാകും എന്നാണ്. ആ നിലയിലുള്ള പാട്ടുകൾ, ആ നിലയിലുള്ള ആശയങ്ങൾ ധാരാളം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര ധൃതിയിൽ ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. വലിയൊരു ഉണർവുണ്ടാകുമ്പോൾ ഞാൻ ഒരുങ്ങിക്കൊള്ളാമെന്ന മനോഭാവത്തിൽ ആളുകൾ ഒരു ശകലം വിശ്വാസത്തിൽ അയവുള്ളവരായി ഏത് കാര്യത്തിനും മടി കാണിക്കാത്തവരായി, ദൈവനാമത്തിന് പലപ്പോഴും അപമാനം വരുത്തുന്നവരായി ജീവിതത്തിൽ പോകുന്നു എന്നുള്ളത് ഉള്ളിൽ വളരെ ദുഃഖത്തോടെ ഞാൻ ഈ വിശുദ്ധന്മാരുടെ സദസ്സിൽ ഓർക്കുന്നു. ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് പ്രധാനമായ സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് കർത്താവിനെ വരുന്ന തൊട്ട് മുമ്പ് ഒരു വലിയ ഉണർവുണ്ടാകുമെന്നും അന്ന് ഞാൻ ശരിയായിക്കൊള്ളാം എന്നുമുള്ള ആശയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളൊരു മിഥ്യാസ്വർഗത്തിലാണെന്നുള്ളത് ദുഃഖത്തോടെ നിങ്ങളെ നിരാശപ്പെടുത്തി വരുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. കർത്താവിന് വരുന്ന തൊട്ട് മുമ്പ് ഒരു ഉണർവല്ല, വിശ്വാസത്യാഗമാണ് സംഭവിക്കുക. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ. വിശ്വാസത്യാഗമാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അതുകൊണ്ട് വിശ്വാസത്യാഗവും സ്നേഹത്തിന്റെ തണുപ്പുമാണ് നാം കർത്താവിന് വരുന്ന തൊട്ട് മുമ്പ് പ്രതീക്ഷിക്കേണ്ടത്. സ്തോത്രം. ഈ കാര്യമാണ് യൂദായുടെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ ദാസനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്യാഗികളുടെ പ്രവർത്തനം എന്ന അർത്ഥത്തിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ് എന്നാണ് ചിന്തകന്മാർ, വേദപഠിതാക്കൾ പലരും ഈ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നതെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതായത് സഭാചരിത്രത്തിന്റെ ആരംഭ ചിത്രം, ദൈവസഭയുടെ ചരിത്രത്തിന്റെ ആദ്യത്തെ ചിത്രം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. എന്നാൽ സഭായുഗത്തിന്റെ ഒടുവിലത്തെ ചിത്രം യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് ഒന്നാമത്തത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ആണെങ്കിൽ ഇത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ്, വിശ്വാസത്യാഗികളുടെ പ്രവർത്തനങ്ങൾ എന്ന് ചില ചിന്തകന്മാർ വിളിച്ചിരിക്കുന്നു. ഓർമ്മിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് നല്ല ചേർച്ചയുള്ള ആ പ്രയോഗങ്ങൾ ഞാനിവിടെ ആവർത്തിച്ചതാണ്. സ്തോത്രം. അങ്ങനെ മുമ്പോട്ട് പറഞ്ഞു വരുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്.
സ്തോത്രം. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒടുവിൽ നിർത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നിങ്ങളെ ശ്രദ്ധ കൊണ്ടിരുന്നു. വിശ്വാസത്യാഗികളെ പ്രബോധിപ്പിക്കുമ്പോൾ ചില മുന്നറിയിപ്പുകൾ യൂദ ആ ദൈവദാസൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്, ഒന്ന്, ഇസ്രായേലിന്റെ ചരിത്രം ഓർത്തുകൊള്ളണം. മിസ്രയീം എന്ന തീച്ചൂളയിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടെങ്കിലും ദൈവം വരെ ബലമുള്ള ഭുജവും നീട്ടിയ കരവും കൊണ്ട് അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചെങ്കിലും വിശ്വസിക്കാഞ്ഞവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞു. മറക്കരുത്, നാം രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി സ്തോത്രം നമ്മൾ തികഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത്. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. സ്തോത്രം. ഒന്ന്, ഇസ്രായേലിന്റെ ചരിത്രം. രണ്ടാമത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അല്പം കാര്യങ്ങൾ അത് പറഞ്ഞു. അതിനടുത്ത ഭാഗം കൂടെ വരുമ്പോൾ ആ മുകളിലത്തെ പ്രസ്താവന മനസ്സിലാക്കാൻ ഒന്നുകൂടെ സഹായകരമാകും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാരെ പോലെ, ബോത്ത് ഓഫ് ദം ആർ ദ സെയിം കാറ്റഗറി ആസ് ഫാർ ആസ് ദർ ട്രാൻസ്ഗ്രഷൻ ഈസ് കൺസേൺഡ്. അവരുടെ അകൃത്യം, അവരുടെ ലംഘനം, അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടും ഒരുപോലെയാണെന്നുള്ളതാണ്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും. സോദോമും ഗോമോറയും എന്ന് നമ്മൾ സാധാരണ പെട്ടെന്ന് ഓർക്കുകയുള്ളെങ്കിലും അതിന് ചുറ്റും കുറെ ചെറിയ പട്ടണം കൊണ്ടായിരുന്നു. ആ പട്ടണങ്ങളും കൂടെ വെന്തുപോയി. ആത്മ, സെബോയിം തുടങ്ങിയ പട്ടണങ്ങളുടെ പേരും തിരുവഴുത്തിലുണ്ട്. സോദോം, ഗോമോറ, ആത്മ, സെബോയിം എന്നിങ്ങനെ ആത്മായും സെബോയിമും ഒക്കെ ചെറിയ പട്ടണങ്ങളായിരുന്നു. വലിയ പട്ടണങ്ങളുടെ പേരാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടണങ്ങളെല്ലാം ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു, ചുട്ടുകളഞ്ഞു. എന്തായിരുന്നു അവരുടെ പാപം? ആധുനിക യുഗത്തിന്റെ വലിയ പാപം സോദോമി. ആ വാക്ക് തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. സ്വവർഗ സംഭാഗം. ഞാൻ കേട്ടത് ഒരു പുരുഷനും കൂടി രണ്ട് ആണുങ്ങൾക്ക് ഒരു മുറി ഹോട്ടലിൽ കൊടുക്കാൻ പലരും വിസമ്മതിക്കുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും കൂടെ ആണെങ്കിൽ കൊടുക്കാൻ അവർക്ക് വലിയ മടിയില്ല പോലും. അത്രമാത്രം ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നവരാണ്, ലോകം കൺമുമ്പിൽ കാണുന്നവരാണ്. അത്രമാത്രം അധപ്പതിച്ചു. ദൈവസഭയ്ക്കകത്തേക്ക് അത് കയറി വരുന്നു. അങ്ങനെയുള്ള വിവാഹങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കണം, സഭ നടത്തി കൊടുക്കണം എന്നുപോലും ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വല്ലാത്ത കാലം ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിന്റെ മേലുണ്ടാകും. ഇത് കണ്ട് മാറി നിൽക്കാനല്ല, ഇരുട്ടിനെ പഴിച്ചുകൊണ്ട് മാറി നിൽക്കാനല്ല. ഒരു കൈത്തിരി കത്തിച്ചാൽ അത്രയും വെളിച്ചമാകുമല്ലോ. സ്തോത്രം. ദൈവവചനത്തിന്റെ സത്യം നമ്മുടെ സഹോദരങ്ങളോട് പറയുവാൻ നമ്മൾ ഉത്സാഹിച്ചു കൊള്ളണേ. ആട്ടെ, അല്പം കാര്യം കൂടി പ്രബോധനമായിട്ട് അവിടെ പറഞ്ഞോട്ടെ. ദൂതന്മാർ അവര് അന്ധകാരത്തിന്റെ ചങ്ങലയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് വിശദമായി കൂടുതൽ ചർച്ചയ്ക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വ്യക്തിപരമായി നമുക്ക് ഒന്നിച്ച് വർത്തമാനം പറയുന്നത് എനിക്ക് സന്തോഷമാണ്. പരിമിതമായ സമയമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദമായ ചർച്ചയ്ക്കായി ഇവിടെ മുതിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മമണ്ഡലം, അവിടെ വാഴ്ച, വാസസ്ഥലം എന്നിങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, വാസസ്ഥലം എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓയിക്കറ്റോറിയോൺ എന്ന പദമാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചു. അത് കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അത് ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ആത്മശരീര മണ്ഡലം അവരെ ട്രാൻസ്ഗ്രസ് ചെയ്തു. ഇത് ഈ കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ ഒന്നുകൂടി സ്പിരിറ്റിസത്തിലേക്ക് ലോകം തിരിയുക. എന്താ ഈ സ്പിരിറ്റിസം? അതാണ് ഞാൻ പ്രബോധനമായി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സ്പിരിറ്റിസം? അഭൗമ ശക്തികളോടുള്ള ബന്ധങ്ങൾ പല രാജ്യങ്ങളിലും വളരെ വർദ്ധിച്ചു വരികയാണ്. അഭൗമ ശക്തികൾ. സ്നേഹിതരെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്ന പുസ്തകം ഏതാ? ഹാരി പോട്ടർ ആൻഡ് ദ ഹാഫ് ബ്ലഡ് പ്രിൻസ്. ആർക്കർ റോളിംഗ് ലോകത്തിൽ ഇംഗ്ലണ്ടിലെ രാജ്ഞിയേക്കാൾ സമ്പത്ത് കൊണ്ട് മുമ്പിൽ കടന്നു. എന്താ അതിന്റെ ആകർഷകത്വം?
എന്താ സാഹിത്യത്തെ പല ഇതായിട്ട് തിരിക്കുന്നതിൽ അബ്സേർഡ് ലിറ്ററേച്ചർ എന്നൊരു ലിറ്ററേച്ചർ ഉണ്ട്. യുനോ വാട്ട്സ് അബ്സേർഡ് ലിറ്ററേച്ചർ. സാഹിത്യം പഠിപ്പിക്കാനുള്ള സമയമല്ലല്ലോ. ഈ അബ്സേർഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ അതിനത് രസകരമായി തോന്നും. അബ്സേർഡ് ലിറ്ററേച്ചർ. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഈ മൊയലിന്റെയും ആമയുടെയും കഥ പറയുമില്ലേ? അത് അബ്സർഡ് ലിറ്ററേച്ചർ അല്ല എങ്കിലും മോറൽ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അവരുന്നെങ്കിലും ഏതാണ് അതുപോലെ. ആമയുടെയും മുയലിന്റെയും കഥ അത് നടന്നതാണോ? പക്ഷെ എല്ലാവരും അത് നടന്നതുപോലെ പറയുന്നത്. അതിനൊരു വിശ്വസനീയതയുടെ പരിവേഷം എവിടുന്നോ വന്നുപെട്ടു. ഇതുപോലെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിലും അത് സംഭവ്യമാണ് എന്നുള്ളൊരു ഭാവത്തിൽ അത് വിശ്വസനീയമായ നിലയിൽ അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അത് അബ്സേർഡ് ലിറ്ററേച്ചർ. അതിന്റെ ഒരു കുലത്തിൽപ്പെടുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ ഈ സാഹിത്യങ്ങളൊക്കെ. അവിടൊക്കെ മന്ത്രവാദവും അഭൗമജീവികളുമായുള്ള ബന്ധങ്ങളുമൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. കുട്ടിച്ചാത്തൻ അറിയാമല്ലോ, മായാവി. നാട്ടിൽ ഇവിടെ കിട്ടത്തില്ല. അത് കിട്ടുമോ അറിയില്ല, കിട്ടാതിരിക്കുമോ ഇല്ലേ? ബാലരമ. അത് വന്ന് ആദ്യം വായിക്കുന്ന അത്രയും കഥകളേ ഉള്ളൂ. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളാ. അഭൗമമായ ശക്തികൾ, ബീയിങ്സ്, ആത്മജീവികളുമായുള്ള സംസർഗം. ആത്മജീവികളുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആത്മമണ്ഡലത്തിലേക്ക് മനുഷ്യൻ എത്തി നോക്കുകയാണ്. കുഞ്ഞുങ്ങളെയാണ് ഹാരി പോട്ടർ ബുക്കുകൾ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു ഉൾക്കിടിലത്തോടെ ഓർക്കണം. I hope I'm making myself clear enough. See, when we think that it is the young generation that's being most influenced by this Harry Potter series and things like that, we should remember it with a shudder. We should fear to notice it. അടുത്ത തലമുറയിൽ ഇവരെ സ്വാധീനിക്കുന്നത് ചെറുപ്പത്തിൽ അകത്ത് കയറുന്നതൊന്നും പോവുകയില്ല. ഇനി സ്പിരിറ്റിസത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ ഒരുക്കാൻ പിശാച് സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. സിസ്റ്റമാറ്റിക്കായി. The devil is, I don't think he is in a hurry. പിശാചിന് വലിയ പരവേശമൊന്നും ഇല്ലാത്ത പോലെ അവൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത്. സിസ്റ്റമാറ്റിക്. അങ്ങനെയാണല്ലോ സഭയെ പിടിച്ചത്. വലിയ പരിപാടികൾ പതുക്കെ ചെയ്താൽ ആരും അറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വലിയ ട്രക്ക് വലിയ കുഴിയിലും കാണും വീണ് പോയി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തൊരു വണ്ടി ഒരു വലിയ കണ്ടത്തിനട്ട് മറിഞ്ഞുപോയി. അത് കയറ്റാൻ വലിയ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് വെച്ച് മനുഷ്യരെല്ലാം ഇത് കയറ്റുന്ന കാണാനായിട്ട് കൂടിയിട്ടുണ്ട്. സംഗതി അനങ്ങുന്ന പോലും ഇല്ല. പക്ഷെ ഉമ്മാര് കിടന്ന് ഭയങ്കര പണിയാ. ഒടുവിൽ ട്രാഫിക്കെല്ലാം ബ്ലോക്കായി, ആൾക്കാരെല്ലാം കിടന്ന് ബഹളമായപ്പോൾ ഒടുവിൽ അതിനെ കങ്കാണി അയാൾ വന്ന് പറഞ്ഞ്, എൻ്റെ പൊന്നി ചേട്ടന്മാരെ ധൈര്യം നിങ്ങളൊന്ന് മനസ്സിലായി. ഇതിപ്പോൾ വേണമെങ്കിൽ ഈ ഹുക്കിട്ട് പൊക്കിങ് എടുക്കാം. പക്ഷെ ഇത് പൊക്കിയെടുത്താൽ അതൊന്നും ഇതെല്ലാം ഉഴുന്നു പോകും. പക്ഷെ ഇത് പൊക്കിയെടുക്കുന്നത് വണ്ടിയും അറിയാൻ പാടില്ല, ക്രെയിനും അറിയാൻ പാടില്ല. അതുപോലെ പൊക്കിയെങ്കിൽ ഇത് കുഴപ്പമില്ലാതെ കരയ്ക്ക് കിട്ടുള്ളൂ. പൊക്കിയെടുക്കുന്നുണ്ടോ അല്ല പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്ലീസ് ബെയർ വിത്ത് അസ് എന്ന് പറഞ്ഞ് കാളവണ്ടിക്കാരൻ വന്നതിനൊക്കെ കൂടെ പിന്നെ തിരിച്ചു വിടുക. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ അവരുടെ കൂടെ കൂടി അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമാണെങ്കിലും പതുക്കെ ചെയ്താൽ ആരും അറിയില്ല. ഇതാണ് പിശാച് ഉപയോഗിക്കുന്ന തന്ത്രം. കണ്ടോ? അടുത്ത തലമുറയുടെ മേൽ സ്പിരിറ്റിസത്തിന്റെ സ്വാധീനം കൊണ്ടുവന്നു. ഇന്ന് സഭയ്ക്കകത്തും ഒരു സ്പിരിറ്റിസത്തിന്റെ സ്വാധീനം വന്നിരിക്കുന്നില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ന് നമ്മളുടെ പ്രാർത്ഥന പലതും പിശാചിനെ ഒഴിച്ചു നിർത്താനുള്ള ഒരു പരിപാടിയാ. പ്രാർത്ഥനയിൽ 50 വാചകം പറയുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിലൊരു 30 വാചകവും പിശാചിനെ ആട്ടാനും ഭത്സിക്കാനും ശാസിക്കാനും അതിന് പിശാചുമായി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പരോക്ഷമായോ പ്രത്യക്ഷമായോ ബന്ധമുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഒരു 30 വാചകവും ഉപയോഗിക്കുന്നത്. അല്ലേ? നമ്മൾ സ്പിരിറ്റിസത്തിന്റെ മക്കളോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. പിശാചിനെ പേടിച്ചിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ചിലരൊക്കെ പാപജീവിതം ഒഴിഞ്ഞിരിക്കുന്നത് പോലും പിശാചിനെ പേടിച്ചിട്ടാ, ദൈവത്തെ സ്നേഹിച്ചിട്ടല്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സ്പിരിറ്റിസം. ചർച്ചിനകത്തേക്ക് സ്പിരിറ്റിസത്തിന്റെ ഒരു വലിയ തള്ളിക്കയറ്റമാണ്. നാം വളരെ ജാഗ്രത കാണിക്കണം ഇവിടെ. കണ്ടോ? പിശാച് ആത്മമണ്ഡലം, ഭൗമമണ്ഡലത്തിന്മേൽ സ്വാധീനം ചെലുത്താൻ ശക്തിയായി പ്രവർത്തിക്കുക. ഇപ്പൊ പറഞ്ഞ ആശയം കിട്ടിയോ?
The spirit realm is eagerly trying its level best to somehow exert its influence on the physical realm. മനുഷ്യ സമൂഹത്തിന്റെ മേൽ സ്വാധീനം ചെലുത്താനായി സ്പിരിറ്റ് realm, ആത്മലോകം വളരെ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞല്ലോ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീരില്ലാത്ത സ്ഥലങ്ങളിൽ തണുപ്പ് തേടി നടന്നു. ഒത്തിരി തേടി നടന്നിട്ട് കണ്ടുകിട്ടിയില്ല. ആരെങ്കിലും ഒന്ന് ആവാഹിക്കാനായി അവൻ തപ്പി നടന്നിട്ട് എങ്ങും പരിപാടി നടന്നില്ല. തിരിച്ചു വന്നേച്ച് എന്നാ ആദ്യത്തിടത്തേക്ക് പോലെ വന്ന് എത്തി നോക്കിയപ്പോൾ അവിടെ അടിച്ചു വാരി അലങ്കരിച്ച് ഭംഗിയായിരിക്കുക. കയറാൻ ഇത്തിരി മടി തോന്നുന്നു. കാര്യം അറിയാമല്ലോ, വൃത്തികെട്ട മുഷിഞ്ഞ വേഷത്തിൽ മഴ നനഞ്ഞ് കുടയെടുക്കാതെ പോയി പെട്ടെന്ന് മഴ പെയ്തു നനഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ വന്നാലും വീട്ടിനകത്തോട്ട് കയറത്തില്ല. കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന വീട്ടിനകത്തോട്ട് എങ്ങനെയാ കയറുന്നത് അല്ലേ? നമ്മൾ നനഞ്ഞ് ഇങ്ങനെ വി ആർ ഡ്രിപ്പിംഗ്, സോ വി ഡോണ്ട് ഗെറ്റ് ഇൻസൈഡ് ദ കാർപ്പറ്റഡ് പാർലർ. നമുക്ക് കയറുകയില്ല, ഓടിപ്പോയി വൃത്തിയായിച്ച് വന്നിട്ട് ഇങ്ങോട്ട് കയറൂ എന്ന പോലെ. മനസ്സിലായില്ലേ? ഇവനിങ്ങനെ കയറാൻ വെച്ചിട്ട് അറപ്പയോ ഇവിടെ എങ്ങനെയാണ് കയറുന്നത്. പക്ഷെ അവൻ പിന്മാറിയില്ല. ചെന്ന് തന്നിലും ദുഷ്ടതയേറി 7 എണ്ണത്തിനും കൂടെ പിടിച്ചോണ്ട് വന്ന് അങ്ങ് തള്ളിക്കേറി. പേടിക്കല്ല, ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിവരം എന്നോട് പറയാം. ഇന്ന് പല ആളുകളും പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ വീട്ടിൽ ഭൂതബാധയും അയൽവക്കത്ത് ഭൂതബാധ, ആ മരത്തെ യക്ഷി വന്നിരിക്കുന്നു, ഇവിടെ യക്ഷി വന്നിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ മതി, നാട്ടിൽ ഇന്ന പോലെ മുറ്റത്തൊരു മാവില്ലേ? ഉണ്ട് മാവുണ്ട്, അതിലൊരു യക്ഷിയുടെ സന്ദർശനം ഉണ്ട്. അതാ കൊച്ചുങ്ങൾ പഠിക്കാത്തത്. അല്ല കേബിൾ ടി വി എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവൻ അത് കണ്ടുകൊണ്ടിരുന്ന രാത്രി വെളുപ്പിനെ 12 മണി വരെ ഇരുന്നേച്ച് അവൻ ഉറങ്ങി പോകുന്നതുകൊണ്ടല്ല. അതൊന്നും ചിന്തിക്കുകയില്ല. അവിടെ എന്തോ വന്നിരിപ്പുണ്ട്? യക്ഷി. ഇത് വിശ്വസിക്കുകയും ഇതിനു വേണ്ടി കാർമ്മികമായ നിലയിൽ 3 ദിവസം ഉപവാസം എടുക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് ദൈവാത്മാവിന് അറിയാം, നിങ്ങൾക്കും അറിയാം. ഉപവാസം എടുക്കണം. ഒരാഴ്ച 1 ദിവസമെങ്കിലും ദൈവം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. അത് 24 hours. വെള്ളിയാഴ്ച ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഉപവാസമൊന്നും ആയില്ല കേട്ടോ. ആരാ ഇന്ന് 3 നേരവും കഴിക്കുന്നത്? എന്തിനാ 3 നേരം? എന്തിനാ? അതിനാവശ്യമില്ല, 1 നേരത്തെ ഭക്ഷണം മതി. യു ഈറ്റ് എക്സ്പോർട്ട് ക്വാളിറ്റി ഹൈ കാലറി റിച്ച് ഫുഡ്, ഒരെണ്ണം മതി. അതിന് വെള്ളിയാഴ്ച രാവിലെ കഴിക്കാതിരിക്കുമ്പോഴത്തേനും എല്ലാവർക്കും ഉപവാസമായത് എങ്ങനെയാ? എനിക്ക് മനസ്സിലാകുന്നില്ല. 24 hours മിനിമം ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലും ഏർപ്പെടാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഒരാഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ ചെയ്യുന്നത് നിർബന്ധമായും നിങ്ങൾ ജീവിതത്തിൽ ഒരു സ്വഭാവമാക്കണം. സ്തോത്രം. അല്ലാതെ ഏതെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ ദോഷം ഒഴിച്ചു വിടാൻ പുറത്തുള്ള ആളുകളാണെങ്കിൽ, ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട സഹോദരങ്ങളാണെങ്കിൽ അവരെന്തോ ചെയ്യും? അവരവിടെ പോയി ഒരു ഹോമം കഴിക്കും. അല്ലെങ്കിൽ 50 സാധു സന്യാസിമാർക്ക് എന്തെങ്കിലും ചെയ്യും. നമ്മൾ എന്തോ ചെയ്യും? ഒരു 3 ദിവസം ഉപവാസം. സ്പിരിറ്റിസം പാടില്ല. നമ്മൾ ആത്മയോഗവുമായി നമുക്ക് ബന്ധമുണ്ട്. ആരുമായിട്ടാണ് നമ്മുടെ പ്രധാന ബന്ധം? ദൈവവുമായി. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കും. ഇവിടെ കടുവായെ പിടിച്ച് കിടുവായുണ്ടോ? പറഞ്ഞു മനസ്സിലായില്ല. നമ്മളിൽ ആര് വസിക്കുന്നു? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. സാക്ഷാൽ ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മളിൽ വസിക്കുമ്പോൾ അതിലെ ഏതാണ്ട് യക്ഷി പോയെന്നും പറഞ്ഞ് ഇവൻ വിരളുന്നു. അതാ ഞാൻ പറഞ്ഞ കടുവായെ എന്തോ പിടിക്കുന്നത്. ഇപ്പം കടുവ എന്ന് പറഞ്ഞ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഉള്ളതാ ദൈവദാസനെ, പുസ്തകത്തിലില്ലേ? ഞാൻ പറഞ്ഞു, എന്തോ പറഞ്ഞു പറഞ്ഞേ. അത് ക്ഷുദ്രം ചെയ്ത് മയക്കിയത്. ഗലാത്യലേഖനത്തിലില്ലേ? യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ. അപ്പം ക്ഷുദ്രം ചെയ്ത വിശ്വാസി പോലും മയങ്ങും. നിങ്ങൾ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്നു എന്ന് പറയുന്നതൊന്നും കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്തുവാ അതിന്റെ അർത്ഥം? അയ്യോ എന്റെ പുണ്യ സഹോദരങ്ങളെ, ദൈവത്തിനൊന്ന് ചുവയൊന്ന് എന്താണെന്നൊന്ന് ചുവ നോക്കണേ. അവിടെ ക്ഷുദ്രം എന്നുള്ളതിന് മൂലകൃതിയിൽ പറഞ്ഞിരിക്കുന്ന പദം നിസാര കാര്യം കൊണ്ടെന്ന. ക്ഷുദ്രജീവി എന്ന് പറഞ്ഞാൽ എന്തുവാ? മന്ത്രവാദം ചെയ്യുന്ന ജീവി എന്നാണോ? ക്ഷുദ്രജീവി, ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് പറഞ്ഞാൽ പൗലോസ് അത് രണ്ടും കൂടെ അപ്പുറം ഇപ്പുറം പറയുക. ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് കാണിച്ചേക്കുക. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം നിന്റെ മുമ്പിൽ വരച്ചു വെച്ചിരിക്കുന്നു. ആരാ? ക്രൂശിക്കപ്പെട്ട മിശിഹ.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു വച്ചിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഈ വലിയ സംഭവം നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കെ നിസാരക്കാര്യം കാണിച്ച് നിങ്ങളെ ആരായി മയക്കിയതെന്ന് അതാ പൗലോസ് അവിടെ പറയുന്നത്. സഹോദരങ്ങളെ, അവര് ശൂദ്രം ചെയ്തിട്ട് നമുക്കെന്നാ? അവൻ കൂടോത്രം ചെയ്തിട്ട് നമുക്കെന്നാ? നീ വിശുദ്ധിയിലും നിർമ്മലത്തിലും കർത്താവിനോട് ചേർന്നിരിക്കണം. സ്പിരിറ്റിസത്തിലേക്ക് ദയവായി കടക്കരുത്. എനിക്കൊരു അപേക്ഷയുണ്ട്. Dare not get involved in the realm of the spirit except hidden in the Lord. യേശു ക്രിസ്തുവിൽ മറഞ്ഞല്ലാതെ ആത്മലോകത്തേക്ക് ഇടപെടരുത്. യേശു ക്രിസ്തുവിൽ മറഞ്ഞു മാത്രമേ ആത്മലോകത്തേക്ക് നിങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. അതല്ലാത്ത നടപടികൾ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് കൊണ്ടാണ് നേരമില്ലാത്ത നേരത്തും ഇത്രയും നേരം എടുത്ത് ഇത് പറയുന്നത്. കേൾക്കണേ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബോധം കെടുത്തുന്നു. അവർ പറയുന്നു ആത്മാവിൽ സഞ്ചരിക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ആത്മാവിൽ സഞ്ചരിക്കുന്നു, ശരീരം വിട്ടേച്ച്. സഹോദരങ്ങളെ, യോഗയിലുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ. ആളിവിടെ കിടക്കും, ശരീരം ഇവിടെ കിടക്കും, ആൾ വേറെടുത്ത് പ്രത്യക്ഷപ്പെടും. ദാറ്റ്സ് ആസ്ട്രൽ പ്രൊജക്ഷൻ. പരഹൃദയജ്ഞാനം, പരകായ പ്രവേശം, ഇതൊക്കെ ആത്മമണ്ഡലത്തിൽ ഈ ഇന്ത്യയിൽ പണ്ട് മുതലേ ചെയ്തു വരുന്ന കാര്യങ്ങളാ. ഇതൊക്കെ അവരിവിടെ ചെയ്തു വരുന്നു. ഇന്ന് സായിപ്പിന് ഇത് പുത്തരി ആയതുകൊണ്ട് കേൾക്കണേ, ഇതൊക്കെ കണ്ടപ്പോഴത്തേന് അവരതിന്റെ പുറകെ പോയി. അവര് ഈ നമ്മുടെ ഇടയിലെ പഴയ ചരക്കുകൾ, മനസ്സിലായില്ലേ? നമ്മുടെ ഇടയിലെ ജാതീയമായ മീൻസ് ഹൈന്ദവമായ ജാതീയമായ പൈശാചികമായ ചരക്കുകൾ അമേരിക്കയിൽ കൂടെ പോയി പുതിയൊരു ലേബലിട്ട് വന്നപ്പോൾ നമുക്ക് ക്രൈസ്തവമായി. പ്ലീസ്, ഒരിക്കലും ലേബല് കണ്ടു വഞ്ചിക്കപ്പെടരുത്. അകത്തെന്താന്ന് നോക്കണം. അകത്തെന്താന്ന് നോക്കണം. ഇവിടെ ഇത് മുന്നറിയിപ്പായി തന്നിരിക്കുക. എനിക്ക് താഴോട്ട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെയും പറയുന്നുണ്ട് യൂദ. നമുക്ക് അവിടെയും അല്പം കൂടെ ചിന്തിക്കണം. അതുകൊണ്ട് ഒരിക്കലും യേശു ക്രിസ്തുവിൽ മറഞ്ഞും വചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടും മാത്രമേ ആത്മലോകവുമായി എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇടപെടാൻ പാടുള്ളൂ. യേശു ക്രിസ്തുവിൽ മറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വചനത്തിനകത്ത്, കാര്യം വചനം ജഡമായവനാണ് കർത്താവ്. വചനം ജഡമായവനാ കർത്താവ്. അപ്പോൾ വചനത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രമേ ആത്മമണ്ഡലവുമായി നമുക്ക് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടാകാൻ പാടുള്ളൂ. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. അതുപോലെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും നോക്കണേ. സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അതിന്റെ പാപം എന്താണെന്നുള്ളത് നമുക്കറിയാം. ദൈവം ലോത്തിനെ കുറിച്ച്, സോദോമിനെയും ഗോമോറയുടെയും കാര്യം പറയുമ്പോൾ ലോത്തിനെ കുറിച്ചും കൂടെ ഒരു വാക്ക് പറഞ്ഞില്ലേ? അത് മീൻസ് നമ്മുടെ ഉത്തരവാദിത്വം ഓർപ്പിക്കാൻ ഞാൻ മറന്നുപോയി എന്ന കുറ്റം എൻ്റെ മേൽ വരും. സോദോമിലും ഗോമോറായിലും ദൈവം ആകാശത്തുനിന്ന് തീയും ഗന്ധവും വർഷിപ്പിച്ചതിന്റെ കാരണം അവർ പാപികളായതുകൊണ്ടല്ല. അവിടെ 10 നീതിമാന്മാരില്ലാഞ്ഞിട്ടാ. ശരിയല്ലേ? ഞാൻ പറഞ്ഞ അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കണേ. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? അവിടെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ അതിനെ. അപ്പോൾ ആ സോദോം ഗോമോറ നശിച്ചു പോയത് 10 നീതിമാന്മാരില്ലാഞ്ഞിട്ടാണ്. ലോത്തും തന്റെ കുടുംബവും അവിടെ കുറെ കാലം പാർത്തു. പക്ഷേ വിരലെണ്ണാൻ ഉള്ള ആളുകളെ പോലും സത്യദൈവത്തെക്കുറിച്ച് ഉത്ബോധം കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൂതന്മാർ അവിടെ എത്തി. ദൂതന്മാരുടെ നേരെ ആക്രമണത്തിന് എന്ന് പറഞ്ഞാൽ ഫാക്ട് ഫൈൻഡിങ് മിഷൻ പോലെ വന്ന എൻക്വയറി കമ്മീഷൻ വന്നപ്പോൾ എൻക്വയറി കമ്മീഷനെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. അന്ധത പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ലോത്തിനോട് ദൂതന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തെ വളരെ എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞു നിന്ന് വാതിലടച്ച ശേഷം ലോത്തിനോടൊരു ചോദ്യം ചോദിച്ചു. ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ? ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ? ഉണ്ട്. ആരുണ്ട്? ഭാര്യ, കുഞ്ഞുങ്ങൾ. പിന്നെ ഈ പെൺപിള്ളേരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ചെറുക്കന്മാരുണ്ട്. വേഗം
അവരെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഇത് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോടും ചോദിക്കുക. ഇവിടെ നമുക്ക് വലിയൊരുമൊക്കെ ഉണ്ടോ? ഉണ്ട്. ആരാ? അമ്മാച്ചനും അനന്തരവനും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അത് പോരാ. ആത്മീയമായ ഒരു സന്താന പരമ്പര നമുക്കുണ്ടാകണം. നിത്യതയോളം നിലനിൽക്കുന്ന സ്നേഹബന്ധം അതാണ്. രക്തബന്ധം മുഴുവൻ ഇവിടെ കൊണ്ടങ്ങ് തീരും. നിത്യകൂടാരങ്ങളിൽ ചേർക്കുമ്പോൾ അന്ന് നമ്മുടെ സ്നേഹിതന്മാർ, സ്തോത്രം, കർത്താവേ, ആ സഹോദരൻ നിന്റെ സന്നിധിയിൽ വന്നല്ലോ, അവനോട് ഒരുമിച്ച് നിത്യതയിൽ സന്തോഷിക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു സന്തോഷമുണ്ടോ? മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. അവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുക, ഇവിടെ നിങ്ങൾക്ക് വല്ലവരുമുണ്ടോ? കാര്യം ഒരിക്കൽ പോലും ഈ കല്യാണം നിശ്ചയിച്ച ചെറുക്കന്മാരോട് പോലും കാര്യം പറഞ്ഞില്ലെന്നുള്ളതിന് തെളിവാ. ആ പാതിരാത്രിക്ക് ലോകത്ത് പറഞ്ഞു, ഞാൻ നേരം വെളുത്ത, ഇല്ലില്ല വേഗം പൊക്കോ, ഓടി ഈ ചെറുക്കന്മാരെ വീട്ടിൽ ചെന്നു. പാതിരാ കഴിഞ്ഞു, വാതിൽ മുട്ടി. അവരവിടെ ഉണ്ട്. വിളിച്ചു, ദൂതന്മാര് വന്നിരിക്കുന്നു, ഇവിടെ തീയും ഗന്ധവും പെയ്യാൻ പോവാ, പോകണം, വേഗം വാ, എനിക്ക് വല്ലവരും വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു, എനിക്കൊരു ചാൻസ് വന്നിരിക്കുക, വേഗം വാ. നമ്മളവിടെ വായിക്കുന്നത് അവൻ കളി പറയുന്നു എന്ന് അവർക്ക് തോന്നി. കാര്യം എന്താ? ഇതുവരെ മൂപ്പരുടെ വായിന്ന് കേട്ടിട്ടില്ലാത്ത ഏതാണ്ട് കാര്യം നിങ്ങളുടെ സ്നേഹിതനോട് സുവിശേഷം പറയുമ്പോൾ ഡസ് ഇറ്റ് അപ്പിയർ സംതിങ് സ്ട്രേഞ്ച് ടു ഹിം? അവർക്കത് വലിയൊരു ഇതെന്നായി പറയുന്നത്, രക്ഷയോ ആത്മരക്ഷയോ പാപപരിഹാരമോ? അവർക്കത് സ്ട്രേഞ്ചായി തോന്നുന്ന പോലുള്ള ഒരു കാര്യമേ നിങ്ങൾക്ക് അവരോട്, ഒരു ബന്ധമേ നിങ്ങൾക്ക് അവരോടുള്ളോ? കളി പറയുന്നു എന്ന് തോന്നി. കുറെ നേരം നിർബന്ധിച്ചു കാണും. ഇല്ല, എന്നെ കുഞ്ഞുങ്ങളെ, സത്യമാ, ദുസ്വപ്നം കണ്ടാണേ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ, അല്ല ഇങ്ങോട്ട് കയറി കിടന്നുറങ്ങാൻ. കുറെ നേരം പറഞ്ഞിട്ടും തമാശ ഉള്ളവല്ലോ. അവർ വാതിലടച്ചു. എന്റെ വിശ്വാസം പുറത്തുനിന്ന് മാറത്തടിച്ചിട്ട് ലോത്തോടി വന്ന് കാണും. പ്രിയപ്പെട്ടവരെ, സോദോമിന്റെയും ഗോമോറയുടെയും തത്തുല്യമായ ഒരു ചിത്രം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുമ്പോൾ ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു ന്യായാധിപനെ കുറിച്ച് പറയുമ്പോൾ അവന് 70 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 70 പുത്രന്മാരുണ്ടായിരുന്നു. ആ 70 പുത്രന്മാർക്ക് ഭാര്യമാരെയും കൊണ്ടുവന്നു. 70 അത്രയേ ഏതാണ്ട് പുത്രിമാരെ കെട്ടിച്ചയക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ അവന്റെ ന്യായാധിപ കാലത്ത് അവൻ ചെയ്തത്. മനസ്സിലായോ? അവൻ അത്ര ചെയ്തുള്ളൂ. പോരാ, നിങ്ങൾ സമ്പാദിച്ചു, ഇഷ്ടംപോലെ സമ്പാദിച്ചു, തലമുറയ്ക്ക് 3-4 തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി വെച്ചു, വീട് വെച്ചു, പിന്നെ തോട്ടം മേടിച്ചു, പിന്നെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒത്തിരിയൊക്കെ ചെയ്തു. ഞാൻ ഒത്തിരിയൊക്കെ ചെയ്തു. പക്ഷെ ചെയ്തതെല്ലാം ഈ ന്യായാധിപൻ ചെയ്തതുപോലെ ഉള്ളെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? എത്രയോ ഒരു സങ്കടമാണ്. നിങ്ങളത് വായിച്ചു നോക്കണം. വീട്ടിൽ ചെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. 70 പുത്രന്മാർക്ക് ഭാര്യമാരെ കൊണ്ടുവരികയും പുത്രിമാരെയൊക്കെ കെട്ടിച്ചയക്കുകയും ചെയ്ത കാര്യം മാത്രമേ അവന്റെ ന്യായാധിപ കാലത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്താനുള്ളൂ. നമ്മളങ്ങനെ ആകരുത്. സോദോം ഗോമോറായിൽ ലോത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചതുപോലെ ഈ സമൂഹത്തിൽ നമ്മളിൽ നിന്ന് ദൈവം ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ദൂതന്മാരുടെ ആ കുറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ സത്യം കൂടി പറയാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും എന്നവിടെ കാണുന്നുണ്ട്. വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും. അതായത് വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കാൻ നിയമിക്കപ്പെടുന്നത് കേട്ടേ പറയാം. ദൈവത്തിന്റെ നീതിയിൽ ഒരു കുറ്റത്തിൽ ഒരാൾ ജയിച്ചു, രണ്ടാമൻ തോറ്റു. അങ്ങനെയുള്ളപ്പോൾ ജയിച്ചവന് തോറ്റവനെ വിധിക്കാൻ അവകാശമുണ്ട്. അതാ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ. അതുകൊണ്ടാണ് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി ഉൽപ്പത്തി പുസ്തകത്തിൽ വഴിയടച്ച് കാവൽ നിർത്തിയത്. കാരണം കെരൂബ് വംശത്തിന്റെ നേതാവായ ലൂസിഫർ വീണുപോയപ്പോഴും അവന്റെ കൂടെ ഇതര ദൂത സമൂഹങ്ങളിൽപ്പെട്ട കുറെ ദൂതന്മാർ പോലും വഞ്ചിക്കപ്പെട്ട് വീണുപോയപ്പോഴും നേതാവ് വീണുപോയപ്പോഴും
കെരൂബ് വംശത്തിൽപ്പെട്ട അനേക ദൂതന്മാർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. ദൈവത്തോട് വിശ്വസ്തരായിരുന്നത് കൊണ്ട് വീണുപോയ തെറ്റിപ്പോയവനെതിരെ ദൈവം അവരുടെ കയ്യിൽ വാള് കൊടുത്തു. കാര്യം അവര് ജയിച്ചവരാ, മറ്റവര് തോറ്റവരാ. മനുഷ്യൻ തോറ്റപ്പോൾ ജയിച്ച ഈ കെരൂബുകൾ കയ്യിൽ വാള് കൊടുത്തു. ഇതാ ദൈവത്തിന്റെ വ്യവസ്ഥ. സ്തോത്രം. നോക്കണേ, അതായത് ഒരു കുറ്റത്തിൽ രണ്ടുപേർ അകപ്പെട്ടപ്പോൾ ഒരാൾ ജയിച്ചു, മറ്റവൻ തോറ്റെങ്കിൽ തോറ്റവനെ വിധിക്കുവാൻ അവകാശമുണ്ട്. ഇതുപോലെയാണ് ദൂതന്മാർ ഭക്തന്മാരാൽ വിധിക്കപ്പെടാൻ പോകുന്നത്. കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ, അവർ പരാജയപ്പെട്ടിടത്ത് ജയിച്ച വിശുദ്ധന് അതിന് അധികാരം ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ സൂചന. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. ആട്ടെ, ഇനി ചില കാര്യം കൂടി വേഗമാ അതിനുള്ള ബന്ധത്തിൽ പറയാം. ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ, കാരണം ഇത് പറയുമ്പോൾ പഴയ നിയമൊക്കെ അറിയാവുന്ന ആളോടാണല്ലോ പറയുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ മീൻസ് വിശ്വസിക്കാഞ്ഞവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ സംഖ്യാപുസ്തകം 14 അധ്യായം ഇസ്രായേലിന്റെ മനസ്സിൽ വരും. സോദോം ഗൊമോറയുടെ കാര്യം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം മനസ്സിൽ വരും. എന്നാൽ ദൂതന്മാരുടെ കാര്യം പറയുമ്പോൾ ഇത് ഭാഗം മനസ്സിൽ വരാൻ സാധ്യത 36 അധ്യായം തന്നെ എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ചാവുകടൽ, ഡെഡ് സീ, നരകമില്ലെന്നാരെങ്കിലും പറയുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചാവുകടൽ വരെ ഒന്ന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചാവുകടൽ കൊണ്ട് കാണിക്കണം. അത് ദൃഷ്ടാന്തമാണ്. എങ്ങനെയാ ഡെഡ് സീ ഉണ്ടായത്? അത്രയും താഴ്ചയിലുള്ള വേറൊരു തടാകവുമില്ല. ചാവുകടലിൽ concentrated minerals, it's a concentrated liquid containing so many varieties of minerals. ഒത്തിരി ലവണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഭയങ്കര കൊഴുത്ത ഒരു ദ്രാവകം. പോയി കണ്ടുള്ളവർ ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സാധാരണ അങ്ങോട്ട് കിടന്നാലൊന്നും പെട്ടെന്ന് അങ്ങ് താണു പോവുകയില്ല. വെള്ളത്തിൽ താഴുന്നത് പോലെ പിന്നെ എണ്ണയ്ക്കകത്ത് പെട്ടെന്ന് താഴുകയല്ലോ, അതുപോലെ അതിനേക്കാൾ കൊഴുത്ത ഒരു ദ്രാവകമായതുകൊണ്ടാണ് താണു പോകാത്തത്. അത് നരകത്തിന് ദൃഷ്ടാന്തമായി കിടക്കുന്നു. എല്ലാവർക്കും ദൃഷ്ടാന്തമാണ്. ചാവുകടൽ എന്നൊന്ന് നിങ്ങളുടെ ഭൂപടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ദൃഷ്ടാന്തമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഇന്ന് എയ്ഡ്സ് വളരെ റാമ്പൻ്റാണ്. ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ ഭീഷണിയായി നിൽക്കുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സിന് വേണ്ടി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ. ഞാൻ വായിച്ച ആ ലേഖനത്തിൽ ആ ലേഖനകർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ: എന്തുകൊണ്ടാണ് സോദോമിലും ഗോമോറായിലും തീയും ഗന്ധകവും തീ വർഷിപ്പിച്ചാൽ പോരായിരുന്നോ? ഒരു പട്ടണം എന്ന് പോകാനത് മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ തീയും ഗന്ധകവും വർഷിപ്പിച്ചത്? അതിന് അദ്ദേഹം പറയുന്നത്, ഇന്ന് അസന്മാർഗിക വഴികളിൽ പോകുന്നവരിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. ആ അസന്മാർഗിക വഴികൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ ആരംഭം അവരിൽ ചിലരിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നതുകൊണ്ടും അതിന്റെ അണുക്കളൊക്കെ അവരിൽ ഉണ്ടായിരുന്നതുകൊണ്ടും മനുഷ്യവംശം അത് പരന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ അണുക്കൾ പോലും നശിക്കത്തക്കതുപോലെയാണ് തീയോടുകൂടെ ദൈവം ഗന്ധകവും കൂടെ വർഷിപ്പിച്ചതെന്നും എന്തെങ്കിലും എയ്ഡ്സിന് ഫലകരമായ ഒരു പ്രതിരോധം മരുന്നുണ്ടായാൽ അത് സൾഫർ ബേസ്ഡ് ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു സന്തോഷമൊക്കെ തോന്നി. സ്തോത്രം. കാരണം ഇന്ന് നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ പ്രധാന കണ്ടുപിടുത്തങ്ങളും ബൈബിളിൽ നിന്നുള്ള സൂചന സംബന്ധമായിട്ടാണ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ തരത്തിലും എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം അതുമായി ബന്ധത്തിലുണ്ടായാൽ അത് സൾഫർ ബേസ്ഡ് ആയിരിക്കാനാണ് വളരെ സാധ്യത എന്ന് ആ എഴുത്തുകാരൻ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമായി, ദൈവസന്നിധിയിൽ നന്ദിയായി തോന്നിയത്. ദൈവമേ, ഞാനും നിങ്ങളിവിടെ ഉണ്ടാകാൻ കാരണമാകത്തക്കതുപോലെ അന്നേ ഈ മനുഷ്യവംശം ഈ ഭയങ്കര വ്യാധി പിടിച്ച് നശിച്ചു പോകാതിരിക്കാൻ. മനസ്സിലായല്ലോ? ദൈവമേ, നീ അന്ന് അതിനങ്ങനെ ഒരു സ്തോത്രം, ഒരു ടെർമിനേഷൻ, ആ അണുക്കളെ, വൈറസിനെ, അതിനെ മുഴുവൻ അവിടെ സ്തോത്രം നശിപ്പിക്കത്തക്കതുപോലെ നീ മനുഷ്യചരിത്രത്തിൽ പ്രവർത്തിച്ചല്ലോ. ഇനി അടുത്ത എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഇന്ന് ദൈവം ഒരു വേള ഇത് അനുവദിക്കാത്തതിന്റെ കാരണം, മനസ്സിലായ, ഒരു കണ്ടുപിടുത്തം ഇതുവരെയും സക്സസ്ഫുൾ ആകാഞ്ഞതിന്റെ കാരണം ഇനി അധികം കാലമൊന്നും ഇല്ലല്ലോ. മനസ്സിലായില്ലേ?
പുസ്തകം പറയുന്നത് അനീതി ചെയ്യുന്നവൻ ഇനി അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. അഴുക്കാടാൻ ദൈവം ഏൽപ്പിക്കുക. Let him revel in iniquities. Revel, അതിനകത്ത് അങ്ങ് അഴുക്കാടട്ടെ, അവനതിൽ രസിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? ന്യായം വിധിച്ച് നരകത്തിൽ കടക്കുമ്പോൾ ആരും പറയും, എന്റെ ദൈവമേ ഇതിനും മാത്രമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നാരും പറയാൻ ഇടയാകാതിരിക്കേണ്ടതിനാണ് ദൈവം അതിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ കഷ്ടങ്ങൾ വർദ്ധിക്കാൻ അത് കാരണമാകും. സ്തോത്രം. ഇനി അധികം കാലമില്ല എന്നുള്ളത്, എയ്ഡ്സിന് പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള ചിന്ത പോലും അധികം കാലമില്ലെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടുവന്നത് നിങ്ങളുടെയും മനസ്സിൽ, സ്തോത്രം, കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് ഒരു പ്രചോദനമാകുവാൻ ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടുത്തത് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാനദൂതനായി മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണം ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിച്ചിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. കണ്ടേ, അപ്പോസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ വിശ്വാസത്യാഗികളായ ആളുകളുടെ മറ്റൊരു ചിത്രം ഇവിടെ പറഞ്ഞിരിക്കുക. മറ്റ് മുന്നറിയിപ്പുകൾ 3 പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരുടെ വിശദീകരണം, ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അങ്ങനെ തന്നെ ഇവരും മറ്റവരിൽ നിന്ന് വലിയ അകലത്തിലൊന്നുമല്ല നമ്മൾ നിൽക്കുന്നതെന്ന്. സ്വപ്നാവസ്ഥയിലായി നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ പുതുദോഷം സങ്കല്പിക്കുന്നവർ എന്നൊരു കൂട്ടം അതിനകത്തുണ്ട്. പുതുദോഷം സങ്കല്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത പുതിയ തരം കുരുത്തക്കേടുകള്, വാക്ക് പോരെന്ന് തോന്നല്ലേ, പുതിയ തരം ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നവർ. അതാണ് സ്വപ്നാവസ്ഥയിലായി. എന്ത് ചെയ്യുന്നു അവർ? സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുന്നു. എന്താ ഈ ജഡം എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണേ, ശരീരം വേറെ, ജഡം വേറെ. ശരീരവും ജഡവും രണ്ടാണ്. ശരീരം മണ്ണിൽ നിന്നെടുത്തു, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു, മണ്ണിനെ കുറിച്ച് ബോധ്യപ്പെടുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നതുമായി ശരീരം. എന്നാൽ ജഡം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാപപ്രകൃതമാണ് ജഡം. ആത്മാഭിലാഷം ജഡാഭിലാഷത്തിന് വിരുദ്ധമാണ്. സ്തോത്രം. ജഡത്തിന്റെ ചിന്ത മരണം. ജഡാഭിലാഷത്തിന് നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആവശ്യങ്ങൾ സാധിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. ശരീരത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളില്ല. ശരീരത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളില്ല. ശരീരത്തിന് വെള്ളം വേണം, ഭക്ഷണം വേണം, തുണി വേണം, ഉടുപ്പ് വേണം, മിതോഷ്ണാവസ്ഥ വേണം, പിന്നെ ഇതൊക്കെ റെസ്റ്റ് വേണം. ഇതൊക്കെ ശരീരത്തിന് ആവശ്യമാണ്. ആവശ്യമാണ്. ശരീരത്തിന് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ആഗ്രഹങ്ങളെല്ലാം ജഡത്തിൻ്റെതാ, അകത്തേതാ. ജഡത്തിൻ്റെതാണ് ആഗ്രഹങ്ങൾ. വെള്ളം വേണം ശരീരത്തിന്, പക്ഷെ ജഡം പറയും സാധാ പാനിത്തോ കോൻ പിയേഗാ ആജ്കൽ അല്ലേ. സാധാ വെള്ളം ആരാ ഈ കാലത്ത് കുടിക്കുന്നത്? വെള്ളം കുടിക്കാൻ വരുമ്പം ദാഹം വന്നപ്പം ശരീരത്തിന് വെള്ളം വേണം, പക്ഷേ അകത്തിരിക്കുന്ന ആള് പറയും സാധാ പാനിത്തോ നൈച്ചായി, അത് വേണ്ട, പിന്നെ ഏത് വേണം? സംതിങ്, ഇച്ചിരി വല്ലതും എന്തൊരു ലഹരിയൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? ജഡം, അതാ ജഡം. ആ ജഡം പിന്നെയും പിന്നെയും മലിനമായിക്കൊണ്ടിരിക്കുക. ഈ ജഡത്തിൽ നോക്കണേ, ആന്തരിക പ്രകൃതത്തിൽ നന്മയും തിന്മയും സൈഡ് ബൈ സൈഡായിട്ട് നിൽക്കുക. ആ നന്മയുടെ വശത്തെ കൂടുതൽ കീഴ്പ്പെടുത്തുന്ന, ഭാവനയിൽ വഷളാകുന്ന, പുതുദോഷം സങ്കല്പിച്ച് സ്വയം മലിനമാകുന്ന, മനസ്സിലായില്ലേ, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്ന തലമുറ. അങ്ങനെ ഒരു ആശയമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. നേരം കിട്ടിയ പിന്നെ തിരിച്ചു വന്ന് കുറെ കൂടെ പറയാം. മുമ്പോട്ട് പോകുന്നു. സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കി കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാനദൂതനായ മീഖായേൽ മോശയെ അധികം ദൂഷണം ഉച്ചരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുമ്പ് ഞാൻ സ്പിരിറ്റിസത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു ഇച്ചിരി കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഈ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക, മഹിമകളെ ദൂഷിക്കുക. ഇവിടെ പേരെടുത്ത് പറഞ്ഞ ഒരു മാലാഖയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ 2 മാലാഖമാരുടെ പേര് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മീഖായേൽ, മറ്റത് ഗബ്രിയേൽ. മീഖായേൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യാദികളുമായി ബന്ധപ്പെട്ടവനും ഗബ്രിയേൽ പുതിയ നിയമ വിശുദ്ധന്മാരുടെ കാര്യാദികളുമായി ബന്ധപ്പെട്ടവനുമാണ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ
ദാനിയേലിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാരുടെ കാര്യാദികളുമായി ബന്ധപ്പെട്ടയാളാണ് മീഖായേൽ. എന്നാൽ ഞാൻ പറഞ്ഞ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യം മത്തായിയുടെ സുവിശേഷത്തിൽ കാണുമ്പോൾ ആദ്യം കാണുന്ന ആരെയാ? മാലാഖ ഗബ്രിയേൽ. കൃപയുടെ സന്ദേശവുമായി മറിയെ വന്ദനം ചെയ്യുകയാ. സ്തോത്രം. ഗബ്രിയേൽ മാലാഖ. മാത്രമല്ല ഇപ്പൊ മീഖായേൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, യുദ്ധവുമായി ബന്ധപ്പെട്ടയാളാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടയാളാണ്. പാഴ്സ്യരാജ്യത്തിന് പ്രഭുവിനോടുകൂടെ വിട്ടേച്ചു പോന്നു, എന്നെ സഹായിക്കാൻ മീഖായേൽ വന്നു എന്ന് ഗബ്രിയേൽ പറയുന്നുണ്ട്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ദൂതനായിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. പഴയ നിയമം പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പ്രയോഗമില്ല. എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ആ പ്രയോഗമില്ലാത്തത്? ദൈവം സമാധാനമായോ? ദൈവം സ്വഭാവം മാറിയോ? ദൈവത്തിന്റെ സ്വഭാവം മാറില്ല. വ്യത്യാസം പുതിയ നിയമത്തിൽ ജയിച്ചവരുടെ ജയ്വിളിയ. പഴയ നിയമത്തിൽ പോർവിളിയും പുതിയ നിയമത്തിൽ ജയ്വിളിയുമാണ്. പോർവിളിയിൽ നിന്ന് ജയ്വിളിയിലേക്ക് തിരിയണമെങ്കിൽ അതിനിടയിൽ യുദ്ധം ജയിക്കണം. യുദ്ധം ജയിക്കണം. കാൽവറിയിൽ യുദ്ധം ജയിച്ചു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അവിടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കോലമാക്കി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് തോറ്റവനോട് എതിർത്ത് നിന്നാൽ മതി, ജയിച്ചവന്റെ നാമത്തിൽ തോറ്റവനോട് എതിർത്ത് നിന്നാൽ മതി. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാരുടെ കാര്യാദികൾക്ക് നിയമിക്കപ്പെട്ട പ്രമുഖ ദൂതനായിരുന്ന മീഖായേലിനെ യുദ്ധവുമായി ബന്ധപ്പെടുത്തി തിരുവെഴുത്തിൽ കാണുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഗബ്രിയേലിന് അങ്ങനെ ആയുധമെടുക്കേണ്ട കാര്യം ഇല്ല. കാര്യം കർത്താവ് അതെല്ലാം തികച്ചു. സ്തോത്രം. നമുക്കിപ്പോൾ തോറ്റ ശത്രുവിനോട് ജയിച്ചവന്റെ നാമത്തിൽ എതിർത്ത് നിന്നാൽ മതി. സ്തോത്രം. മീഖായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നത് നന്നായിരിക്കും. മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മീഖായേലിന്റെ കാര്യം പറയാൻ കാരണം, മീഖായേലിനെ മീൻസ് പല ഭാഗത്ത് പേരെടുത്ത് തിരുവെഴുത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ പല ഞാൻ പിന്നെ പറയാം. സ്തോത്രം. ഞാൻ കുറിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗത്തിന് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് സമയം കുറവായതുകൊണ്ട് ഞാൻ അതെല്ലാം വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. മുമ്പോട്ട് പോകട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ അവിടെ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടത് ഓർപ്പിക്കാനുള്ളത്. മീഖായേൽ മോശയുടെ ചരിത്രത്തെക്കുറിച്ച് പിശാചിനെ തർക്കിച്ച് വാദിക്കുമ്പോൾ ദൂഷണവിധിയൊന്നും. പക്ഷേ ഈ ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? കർത്തൃത്വത്തെ ദൂഷിക്കുകയും മഹിമകളെ പൂജിക്കുകയും ദൂഷിക്കുകയും വായി വരുന്നതെല്ലാം പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പ്രാർത്ഥന എടുത്താൽ, നമ്മുടെയൊക്കെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നമ്മുടെ ഒരു പ്രാർത്ഥന എടുത്താൽ അത് പ്രാർത്ഥനയാണോ ശകാരമാണോ? ദയവ് ചെയ്ത് പ്ലീസ് പ്രാർത്ഥിച്ചതാണെന്ന് കേൾക്കുന്നവർ കൂടെ തോന്നണം. യേശുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് എബ്രായലേഖനം 5-7 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു തന്റെ ഐക്യ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭയവും ഭക്തിയും ദൈവത്തോട് സ്നേഹവും ദൈവം മുമ്പിൽ ഒരു വിനയവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. പ്രാർത്ഥിച്ചതാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ മലബാർ ഭാഗത്തൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ, ആ നാട്ടിലെ യോഗ്യന്മാരായ ചില ആളുകൾ വന്ന് പറഞ്ഞു, അയ്യേ നിങ്ങളൊരു ദൈവത്തെക്കുറിച്ച് ബഹുമാനമില്ലാതെ എന്താ സംസാരിച്ചത്? കാരണം അവർ പറഞ്ഞതേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ വലിയ കാർക്കശ്യത്തോടെ സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്ക് ഭയം തോന്നി. നിങ്ങൾ യേശു ഭഗവാനോടാണോ പ്രാർത്ഥിച്ചത്? കേട്ടപ്പോ എനിക്ക് നാണക്കേട് തോന്നി. നിങ്ങളെന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് പരസ്യമായി പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും പ്ലീസ് അങ്ങന്ന് അവിടുത്തെ എന്നൊക്കെ ആ വാക്കൊക്കെ കേട്ടാൽ ഒരു ഇച്ചിരി ഒരു ദൈവസന്റെ ഒരു ഭയമോ ഒരു ഭക്തിയോ ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അകത്ത്
അതുണ്ടായിരിക്കണം, അകത്തുണ്ടായിരിക്കും. പക്ഷെ പുറത്തോട്ട് പറയുമ്പോൾ ഏതാണ്ടൊക്കെ അങ്ങായി പോകുന്നല്ലോ. അതിന് ഒരു ചെറിയ നിയന്ത്രണം നമ്മൾ വെക്കുന്നത് നമുക്കൊരു മാനസാന്തരം ആ ഭാഗത്തുണ്ടാകുന്ന നന്നായിരിക്കും. മാത്രമല്ല, ഈ പിശാചിനോടാണെങ്കിൽ പോലും നമ്മുടെ നിലവാരം വിട്ട് സംസാരിക്കരുത്. ദേഷ്യന്മാരല്ലേ പറഞ്ഞിട്ട് ദൂരെ, പ്ലീസ്, ദേഷ്യന്മാരല്ലേ. ഞാൻ നിങ്ങളോട് വളരെ അടുത്ത് വന്ന് പറയുക, ഞാൻ നിങ്ങളുടെ ഒരാളല്ലേ, എന്നോട് ദേഷ്യപ്പെടല്ലേ. എനിക്ക് ദേഷ്യമില്ല, നിങ്ങൾ ദേഷ്യം വന്നാലും. സഹോദരങ്ങളിൽ നമുക്കൊരു നിലവാരമൊക്കെ ഇല്ലേ? നമ്മുടെ രാജകീയ പുരോഹിതവർഗമൊക്കെ അല്ലേ? അല്ലേ? ശാസിക്കുന്നു എന്ന് പറയുന്ന, ശാസിക്കുന്നു എന്ന് പറയുന്ന ആട്ടിന്റെ ഒക്കെ ആയം കൊണ്ടാണ് ഈ പിശാച് പോകുന്നതെന്ന് ദയവ് ചെയ്താരും വിചാരിച്ചൊക്കെ അല്ല. ആ വാക്കുകളിലെ അധികാരമാണ് അതിന്റെ പിന്നിൽ. നമ്മൾ ഏത് വാക്കാ? യേശു എന്ന നാമം പറയുന്ന ആളിന്റെ അല്ല, യേശുവിന്റെ നാമത്തിന്റെ അധികാരമാണ് അതിന് പിന്നിൽ നിന്ന് മറക്കല്ല. നിങ്ങൾ നോക്കും, നിങ്ങൾ നാട്ടിൽ ചെന്ന് വലിയ അഹങ്കാരികൾ കേട്ടോ. ചിലപ്പോൾ ഈ പിച്ചക്കാരൻ കയറി അഹങ്കാരം കാണിച്ചോളെ. രാവിലെ വന്ന്, സാറേ എനിക്ക് വല്ലതും സഹായിക്കണം. എന്തോടൂ സഹായിക്കണ്ടേ? അത് എനിക്ക് കാര്യമായിട്ടല്ലോ ഒന്ന് സഹായിക്കണം. എന്താണ് നീ ഇത്ര, എന്നാ പ്രശ്നം? എന്നാ പറ. അതിന് പ്രശ്നമൊന്നും പറയാനൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നിങ്ങൾ എന്തോലും സഹായിക്കണം. എടാ, നീ നേരം കൊടുത്ത് കയറി വന്നിട്ട് ഇത്ര ധിക്കാരം പറയും. ആ ധിക്കാരം എന്നാ എന്നിട്ട് കാലം വീഴും. രാവിലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ അങ്ങാട്ട് അയൽവക്കക്കാരൻ മതിലിന് മേളിൽ കൂടെ എത്തി നോക്കി. എന്നാ സാറേ അവിടെ? ഓ, ഈ പിച്ചക്കാരൻ കേട്ടു ഫോണിൽ ഇവന് കയറി നടക്കല്ലേ കയറിക്ക. അപ്പൊ അയാൾ വേഗം വലിയ അകത്തോട്ട് ചെന്നപ്പോ അയാളുടെ ഭാര്യ ചോദിച്ചു, എന്താ അവിടെ? അയ്യോ, അവിടെ ഒരു പിച്ചക്കാരൻ കയറിയെന്ന് വിചാരിച്ച ആ ഉപദേശി അവിടെ ആട്ടുക എന്ന് പറഞ്ഞ അത് മാനമാണോ? അത് മാനമല്ല, മാനമല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ യോഗ്യമല്ലാത്ത വാക്ക് പറയല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ ശാസിക്കുന്നു എന്ന് ഗൗരവബോധത്തോടും ദൈവസാന്നിധ്യ ബോധത്തോടും ആത്മനിയോഗത്തോടും കൂടെ പറയാം. കണ്ടില്ലേ? വായി വരുന്നതെല്ലാം വിളിച്ചു പറയാം. ഇന്ത്യയിലെ ഒരു പട്ടണത്തിലെ ഒരു സഭയിൽ ഭൂതം വിളക്കി, മനസ്സിലായില്ലേ? ഭൂതം വിളക്കി ഭൂതത്തെ ഒഴിച്ചു വിടുന്ന ഒരു പരിപാടി. ഞാൻ ഒരിക്കലും അവിടെ യോഗത്തിൽ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അങ്കിൾ ഡിഡ് യു ഹിയർ ദിസ്? ഈ കസറ്റ് കേട്ടിട്ടുണ്ടോ? എൻകൗണ്ടേഴ്സ് വിത്ത് ദ ഡെവിൾ. അതാണിത്. എൻകൗണ്ടർ. ഇത്രയും ഈ സീരീസ് ഞങ്ങൾ ഒത്തിരി കസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഇവിടെ ഭൂതബാധ ബാധിച്ചവരിവിടെ വരുന്നവര് ഭൂതം ബാധിക്കുമ്പോൾ അവരിങ്ങനെ വീണ് കിടന്ന് ഓരോന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. അത് കസറ്റ് കുറച്ചെന്നെ കേൾപ്പിച്ചപ്പോൾ ഞാൻ അതിശയം വിചാരിച്ചു. അതിനകത്ത് കാർമികനായ ആള് ഭൂതം ബാധിച്ച് കിടന്ന് എഴയുന്നെന്നാ അവര് പറയുന്നത്. വീഡിയോ അല്ല, ഓഡിയോയാ. പറയുമ്പോൾ ഷീ എന്നൊക്കെ പാമ്പ് ചീറ്റുന്നവരൊക്കെ അതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. പല ഭാഷകൾ ഈ വീണ് കിടക്കുന്ന ആൾ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നതിനിടയിൽ അവൻ റെസ്പോണ്ട് ചെയ്യാത്ത, ഇവർ ചോദിക്കുന്ന റെസ്പോണ്ട് ചെയ്യാത്തപ്പോഴത്തേന് പ്രധാന കാർമ്മികൻ, പറയടാ പട്ടിപ്പിശാചേ, പറയടാ, നിന്നെ ഇപ്പൊ കാലും കൈയും കെട്ടി നരകത്തി വിടുവടാ. കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി. 30 രൂപ വിലയ്ക്ക് അത്ര ഇഷ്ടം പോലെ കസറ്റ് വിറ്റെന്ന് എന്നോട് പറഞ്ഞു. മേലാൽ പാടില്ലെന്ന് പറഞ്ഞു. ബാക്കി കസറ്റ് ഉള്ളത് മുഴുവൻ എടുത്ത് നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ദൈവസന്നിധിയിലാണ്, അതിശയോക്തി പോലും പറയില്ല. ചെറിയൊരു വിശദീകരണം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ ഒരു ചിന്ത, കൃപയുള്ള ദൈവദാസം വന്നപ്പോ പിശാചളകിന്ന. കേൾക്കണേ, ഇത് സ്പിരിറ്റിസവും ഡീമണോളജിയും ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് പറയുക. കൃപയുള്ള ദൈവദാസം വന്നപ്പോൾ പിശാചളകി. അങ്ങനെയല്ലേ നമ്മളുടെ വിചാരം. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. ഞാനൊരിക്കൽ ഓർക്കുന്നുണ്ട്, മലയാറ്റൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് പോയതാ. അവിടുന്ന് ഒരു കുടുംബം മാത്രം മുമ്പോട്ട് വന്നൊരു സ്ഥലം, ഒരു കൺവെൻഷൻ നടത്തുക. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 87 മറ്റോ ആണ് അവിടെ ചെന്നു. വളരെ കഷ്ടപ്പെട്ട ആ സഹോദരങ്ങൾ വളരെ കഷ്ടപ്പെട്ട യോഗമെല്ലാം ക്രമീകരിച്ചു. ഒരിക്കൽ ദൂതുമായി എൻ്റെ ഓർമ്മ, ഞാൻ കുറെ നടന്നവിടെ എത്തി. ധാരാളം ജനങ്ങളെ ആ സഹോദരങ്ങൾ ഓടി അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ എഴുതിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഹീ എന്ന് പറഞ്ഞിട്ട് ശബ്ദവും ബഹളമൊക്കെ തുടങ്ങി. എൻ്റെ മനസ്സിൽ വന്ന വേദന. കാര്യം അന്ന് രാത്രി എനിക്ക് മടങ്ങേണ്ട ആവശ്യമുണ്ട്. ഞാൻ വേഗം മനസ്സങ്ങ് വിഷമിച്ച്, കർത്താവേ, ഒരുക്കിയ സന്ദേശം ഇവിടെ പ്രസംഗിക്കാൻ ഓക്കെ, നീ ഇതിന്റെ പുറകെ പോകണോ എന്നുള്ള ചിന്ത പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ദൈവാത്മാവിന്റെ മനസ്സിൽ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത ഒരു ചിന്ത.
ഞാനിങ്ങനെ പറഞ്ഞു, ദേ ഒരു കാര്യം, ആദാമ്യവർഗത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പിനായുള്ള മുഴുവൻ വിലയും കാൽവറിയിൽ കൊടുത്ത നസ്രാനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ അധികാരപത്രവുമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. നിത്യജീവനിലേക്ക് നടത്തുന്ന സത്യവചനം പ്രഘോഷിക്കുന്നതിന് തടസ്സമായി അനങ്ങിപ്പോകരുതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ സഹോദരിയെ വിട്ട് പോകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം തുടർന്നു. അന്ന് രാത്രി ദൈവവചനം പ്രസംഗിക്കുകയും അനേകർ കർത്താവിനെ സ്വീകരിച്ചു വരികയും ചെയ്യുവാൻ അവസരമായി. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നതിന് മുമ്പ് കുറെ ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. ഈ പെൺകുട്ടിയെ കൂട്ടി ഒരു പ്രായമുള്ള ആൻറ്റി വന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഭയങ്കര സന്തോഷമാണ് കുട്ടിക്ക്. ഞാൻ പറയുമ്പോൾ ഒരു നിഴൽ അതിന് മുമ്പിൽ കൂടി കടന്നു പോകും പോലെ ആ സഹോദരിക്ക് അനുഭവപ്പെടുകയും ഉള്ളത്തിൽ വലിയ ആനന്ദം ഉണ്ടാകുകയും ചെയ്തു എന്ന് പറഞ്ഞു. വലിയ സന്തോഷം, ആത്മാവ് വലിയ സന്തോഷത്തിൽ വന്നിരിക്കുക. കർത്താവിന് വേണ്ടി ആ കുട്ടി അന്ന് സമർപ്പിച്ചു. വലിയ സന്തോഷം, വലിയ സന്തോഷം. ദൈവം ആ സന്ദർഭത്തിൽ പ്രവർത്തിക്കുകയും ആ സഹോദരി വിടുവിക്കുകയും ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദമായി. അതിനുശേഷം ഞാൻ ഈ വിഷയ സംബന്ധമായി സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയമായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ഇച്ചിരിയും കൂടി ഞാൻ അഗാധമായി കിട്ടുന്ന ബുക്കുകളെല്ലാം വായിച്ച് ദൈവദാസന്മാരുമായി ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്തോത്രം, ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ഉൾക്കാഴ്ച. സ്തോത്രത്തിന് ശേഷം ഞാൻ ഇന്ന് വരെ അത് 87 ശേഷം ഇന്ന് വരെയും അത് അനുവർത്തിച്ചു വരുന്നു. ഇന്ന് വരെയും അത് സത്യമെന്നുള്ളത് സ്തോത്രം അനുഭവത്തിൽ നിന്നും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ സ്ഥലത്തെ റൗഡി വിളയാടുമോ? ഒരു സബ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ സ്ഥലത്തെ റൗഡി വിളയാടുമോ? ഇല്ല. സംഭവങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, സമയം പോകും. വിളയാടുകയില്ല, അനങ്ങിയില്ല. അങ്ങനെങ്കിൽ ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യത്തിൽ നോക്കണേ, ദൈവ സാന്നിധ്യത്തിൽ പിശാച് വിളയാടുമോ? വിളയാടാൻ തുടങ്ങിയാൽ അവനെ അനുവദിച്ചുകൂടാ. നമ്മുടെ പല യോഗങ്ങളിലും ഒരുക്കപ്പെട്ട സന്ദേശം പ്രസംഗിക്കപ്പെടുവാൻ കഴിയാത്ത വിധം അതിന്റെ പുറകെ ഒരു കളി പോലെയായി അവസാനം ആ ശുശ്രൂഷകൻ വളരും പൊക്കിയിട്ട് ഏതോ ഒരു വലിയ കാർമികന്റെ വേഷത്തിൽ he emerges as an exorcist. ദുർശക്തികളുടെ മേൽ സകല വിശുദ്ധ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ച് അതിന്മേൽ അധികാരം സ്ഥാപിക്കണം. വായു വന്ന് ദൂഷിച്ചതൊന്നും പറയരുത്. നമ്മുടെ ഒരു സഹോദരന്റെയോ സഹോദരിയുടെ മേൽ ദുരാത്മാവിന്റെ വ്യാപാരമുണ്ടായി എന്ന് വന്നാൽ അതിനായിട്ട് കളിപ്പിക്കാല്ല. എത്രയും വേഗം ആ സഹോദരനോ സഹോദരി അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നിലവിളിക്കണം ദൈവസന്നിധിയിൽ. കണ്ണുനീരിനെ ദൈവം കടന്നു പോവില്ല. സ്തോത്രം. സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞാൽ കൊള്ളാമെങ്കിലും സ്തോത്രം, അതിന്റെ ആവശ്യമില്ല. തത്വം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, പേടിക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഒരു കുഞ്ഞിന്റെ മേൽ കുഞ്ഞ് കളിച്ചോണ്ട് നടക്കും അവിടെ ഇരിക്കുമ്പോൾ ഒരു പാമ്പ് അതിനെ കയറി ചുറ്റി എന്ന് വിചാരിക്കാം. പേടിക്കല്ലേ. ഒരു പാമ്പ് അതിനെ കയറി ചുറ്റി അത്യം പൊക്കി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പതുക്കി അങ്ങോട്ട് എന്നാ കൊള്ളാമല്ലോ, നീ ഏതാ, മൂക്കനാന്നോ അണലിയാന്നോ എന്തുവാ പറഞ്ഞോട് നിൽക്കൂ. നീ ഏതാന്നൊന്ന് കാണട്ടെ. ഏത് തരം മൂക്കനാ, ചുവന്നാണോ മഞ്ഞയാണോ പറഞ്ഞോട് നിൽക്കൂ. എത്രയും വേഗം ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കില്ലേ. പക്ഷെ ഇവിടെ എന്താ കാണുന്നത്? ഇത് കളിക്കുക. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? സ്പിരിറ്റ് വേൾഡ്, സ്പിരിറ്റിസം, ബിവെയർ. നമ്മൾ എവിടെ പോകുന്നു? പെന്തക്കോസ്ത് സമൂഹമേ, ക്രൈസ്തവ സമൂഹം പൊതുവേ എവിടെ പോകുന്നു? ഒരിക്കലും ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, ദൈവവചനം ഒരുക്കപ്പെട്ട വചനവുമായി വചനം പ്രസംഗിക്കാൻ നിൽക്കുന്ന ഒരു യോഗം, സ്തോത്രം, അവനിഷ്ടപ്പെട്ട വഴിയിൽ തിരിച്ച് വചനം പ്രസംഗിക്കുന്ന തടസ്സമാകുവാൻ പിശാചിനെ ദൈവം അനുവദിക്കയില്ല. നമ്മൾ അവനെ അനുവദിക്കരുത്. അടിസ്ഥാനപരമായി ആശയം ദയവായി മനസ്സിൽ തിരുത്തണേ. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. മാത്രമല്ല, പിശാചിനോട് പോലും മീഖായേല് പോലും ഒരു ദൂഷണവിധി ഉച്ചരിച്ചില്ല. നമ്മളോ അറിയാത്തതെല്ലാം ദൂഷിക്കുക, വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മൾ സ്വയം അത് ജഡത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുക. അഴുക്ക് വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ആന്തരിക ആളത്വം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മറക്കരുത്. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം.
മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ ബീൽസബൂൽ മറക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. ഈ ഭൂതങ്ങളുടെ തലവന് എന്റെ പൊന്നു കർത്താവ് ഒരു പേര് പറഞ്ഞല്ലോ, ബീൽസബൂൽ. അത് യഹൂദന്മാർ പറഞ്ഞിരുന്നൊരു പേരാ, ബീൽസബൂൽ. ഈ ബീൽസബൂൽ എന്ന വാക്കിന്റെ അർത്ഥം ഈച്ചകളുടെ രാജാവെന്ന, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, ഈച്ചകളുടെ രാജാവെന്നാണ് അറാമൈക് എബ്രായ വാക്കിന്റെ അർത്ഥം. എന്താ യഹൂദ റബിമാർ പറയുന്നത്, ഇവൻ എന്താ ഈ ബെയിൽസബൂൽ എന്ന് പേരിട്ടിരിക്കുന്നത്, അങ്ങനെ വിളിക്കുന്നത്? അവർ ചെറിയ വിശദീകരണം പറയുന്നത് ഇവന്റെ സ്വഭാവം ഈച്ചയുടേതാണെന്ന്. ഇവന്റെ സ്വഭാവം ഈച്ചയുടെ സ്വഭാവമാണ്. ഇവിടെ ഒരു ജിലേബി ഇങ്ങനെ അലുത്തിരിക്കുന്നു, പഴയ ഒരു ജിലേബിയാണ്, ഇങ്ങനെ ഉരുകിയിരിക്കുമ്പോൾ എവിടുന്നൊന്നും അറിയില്ല, സെൻട്രലൈസ് എ സി ഒക്കെയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഏതിലെയോ ആരകത്ത് കയറി, ഈച്ച അകത്ത് കയറി. ഹോ, രണ്ട് ഈച്ച, ഹോ ഹോ ഈച്ച കാട്ടി, ആണിപ്പുറത്തോട് ഹോ ആട്ടി, അപ്പുറത്തോട് ഹോ ആട്ടി, ആട്ട് തന്നെ ആട്ട്, ആട്ട് തന്നെ ആട്ട്. എന്നെ 50 പ്രാവശ്യം ആട്ടിയതല്ലേ, ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ലെന്ന് പറഞ്ഞ് ഇവനങ്ങ് പോമോ? പോവുകയല്ല, അവൻ പിന്നെ അവിടെ വരും. ഇതുപോലെ ഭൂ 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 എന്നും പറഞ്ഞ് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ പിശാച് പോവുകയില്ല. നമ്മുടെ ജഡം മനസ്സിലായി, നമ്മുടെ അന്തരാളത്വം മലിനപ്പെട്ടുകൊണ്ടും ഇരിക്കുക. ഇവനെ ഓടിച്ചു വിടാൻ ഞാനൊരു കാര്യം പറയാം. ഇതങ്ങ് എടുത്ത് കള, ജിലേബി എടുത്ത് കളഞ്ഞൊന്ന് തുടയ്ക്കവിടെ, വേണില്ല 2 തുള്ളി ലോഷനും കൂടെ അവിടെ ഒഴിച്ചേര്, പിന്നെ അങ്ങോട്ട് കയറുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാ പൊന്നുകർത്ത പിശാചിന് ഇടം കൊടുക്കരുത്. ഒത്തിരി പേര് പേടിച്ചാ ജീവിക്കുന്നത്. They are scared of being possessed. No. സ്പിരിറ്റ് വേൾഡിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധി നിർമ്മലയിൽ ജീവിച്ച പിശാചിനോട് എതിർത്ത് നിൽക്കുക. സ്തോത്രം. ഈ പോഷ്കിന്റെ അപ്പനാ സത്യം ചെയ്യുന്നത്. നമ്മൾ പോഷ്കിന്റെ അപ്പനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സത്യം ചെയ്യുന്നത്. അത് ചിലരൊക്കെ അറിയാതൊക്കെ ചെയ്തു പോയെങ്കിലും അതിനകത്ത് വലിയ കഥയൊന്നും ഇല്ല. നീ ഒന്നും മിണ്ടണ്ട, നിന്റെ ഒരു വേദാന്തം ഇവിടെ കേൾക്കണ്ട. എന്റെ സഹോദരന് നിനക്കൊരവകാശമില്ല, പൊയ്ക്കോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അല്ലാതെ ജഡത്തെ മലിനമാക്കുന്ന ഒരു കാര്യത്തിലേക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോകാൻ പാടില്ല. സ്തോത്രം. എന്തുകൊണ്ട് ഈ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുക എന്നൊക്കെ പറയുന്നത്? ദി അസംപ്ഷൻ ഓഫ് മോസസ് എന്ന് പറഞ്ഞ് ഒരു പുസ്തകം AD 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരുന്നു. ദി അസംപ്ഷൻ ഓഫ് മോസസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് ഒരു അപ്പോക്രിഫൽ പുസ്തകമാണ്. ആ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. 1861 അതിന്റെ ഒരു കോപ്പി നമ്മൾ കണ്ടെടുത്തിട്ടുമുണ്ട്. അത് ഇപ്പോഴും അവൈലബിൾ ആണ്, കാണാൻ കിട്ടും. ഈ നോൺ ഇൻസ്പയർഡ് ലിറ്ററേച്ചർ ഉണ്ട്. അതായത് ഈ 66 പുസ്തകങ്ങൾ ദൈവനിശ്വാസ്യങ്ങളായ പുസ്തകങ്ങൾ. ഈ 66 ദൈവനിശ്വാസ്യ പുസ്തകങ്ങളെ കൂടാതെ നോൺ ഇൻസ്പയർഡ് ലിറ്ററേച്ചർ ഒത്തിരി എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ദൈവാത്മാവ് തിരുവെഴുത്തായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ആ പുസ്തകങ്ങളിൽ ചിലതിനകത്തൊക്കെ ചില സത്യങ്ങളൊക്കെ ചെതറിക്കിടപ്പുണ്ട്. ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു എന്നുള്ളതുകൊണ്ട് ആ ആശയം തെറ്റാകുന്നില്ല. മനസ്സിലായില്ലേ? ആ ആശയം തെറ്റാകുന്നില്ല. അതുകൊണ്ട് ദി അസംപ്ഷൻ ഓഫ് മോസസ്, അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ അതായത് അസെൻഷനും അസംപ്ഷനും രണ്ടാണ്. അസെൻഷൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്വർഗാരോഹണം, അതുപോലെ ആയിരിക്കും നമ്മൾ സ്വർഗാരോഹണം ചെയ്യുന്നത്. എന്നാൽ അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉടലോടെ അങ്ങ് വലിച്ചെടുക്കപ്പെടുന്നു എന്നാണ് അതിന്റെ ആശയം. അതാണ് മറിയയുടെ അസംപ്ഷൻ. അതാണ് അസംപ്ഷൻ കോളേജ് എന്നൊക്കെ പറയുന്നത്. അസംപ്ഷൻ എന്നാണ് കത്തോലിക്ക സഹോദരങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അസംപ്ഷൻ, അസംപ്ഷൻ ഓഫ് മോസസ് എന്നാണ് ആ പുസ്തകം, മോശയുടെ സ്വർഗാരോഹണം. ആ സ്വർഗാരോഹണം എന്ന പുസ്തകത്തിൽ ഇതുണ്ട്. അതിനകത്തുണ്ടെന്ന് കരുതി നമ്മൾ അതിനെ ദൈവനിശ്വാസ്യമല്ല എന്ന് പറഞ്ഞ് തള്ളണ്ട. അത് ദൈവനിശ്വാസ്യമല്ല, അത് ഇതിൽ വന്നപ്പോൾ ഇത് ദൈവനിശ്വാസ്യമായി. മനസ്സിലായത് വിശ്വസിക്കട്ടെ. തിരുവെഴുത്തിൽ അങ്ങനെ ചില ആശയങ്ങൾ പല പുസ്തകത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ തന്നെ എപ്പിമെനൈഡീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ പുസ്തകത്തിൽ നിന്ന് പ്രവർത്തിയുള്ള പുസ്തകം 17-ാം 28-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നാം അവന്റെ സന്താനമല്ലോ. എപ്പിമെനൈഡീസ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ പുസ്തകത്തിൽ നിന്നാണ് അത്. അതുപോലെ തന്നെ 2 തിമോത്തി 3:8 മോശയോട് എതിർത്ത് നിന്ന 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. ആരൊക്കെയാ? യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നു 2 തിമോത്തി 3:8 പറയുന്നുണ്ട്. ആരെ ഈ യന്നേസും യംബ്രേസും? അത് ഈജിപ്തിലെ മിസ്രൈമിലുണ്ടാകുന്ന 2 മന്ത്രവാദികളായിരുന്നു. 2 മന്ത്രവാദികളുടെ പേരുകളാണ് യന്നേസും യംബ്രേസും. ഈജിപ്ഷ്യൻ നമുക്കറിയാമല്ലോ, അന്ന് മന്ത്രവാദികൾ മോശ വടി നിലത്തിട്ട് സർപ്പമാകി വലിച്ചെടുത്ത് വടിയാകുകയൊക്കെ ചെയ്യുമ്പോൾ മന്ത്രവാദികളും അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ചെയ്ത 2 മന്ത്രവാദികളുടെ പേരുകളാണ് യന്നേസും യംബ്രേസും. അത് യഹൂദിയ പാരമ്പര്യത്തിലുള്ളതാണ്. അത് പൗലോസ് ശ്ലീഹ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റാകുന്നില്ല. ആ പുസ്തകത്തിലുള്ളതായതുകൊണ്ട്
ഇതിനകത്തോട്ട് എടുത്തപ്പോൾ അത് സത്യമല്ലാതെ ആകുകയില്ല. അതുകൊണ്ട് മോശയുടെ ചരിത്രത്തെക്കുറിച്ച് തർക്കിച്ചു വാദിച്ചു എന്നുള്ളത് സ്തോത്രം വിശുദ്ധ തിരുവെഴുത്തിന്റെ ഭാഗമാകിയാൽ അത് സത്യം തന്നെയാണ്. സ്തോത്രം. ഈ ദി അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ രണ്ട് കാരണം കൂടി അവരത് സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് കാരണങ്ങൾ. ഒന്ന്, മോശ മിസ്രയീമിൽ വെച്ച് ഒരുത്തനെ തല്ലിക്കൊന്ന, അവൻ മേർഡറാണ്, കൊലപാതകിയ, അതുകൊണ്ട് ഇവനെ ഉയർപ്പിക്കാൻ ഒക്കില്ല. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് സാത്താൻ മരണത്തിന്റെ അധികാരി ആയതുകൊണ്ട് മീൻസ് ശവശരീരം ഉയർപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവൻ അവകാശവാദം മുഴക്കിയെന്ന്. ഇത് രണ്ടും 100% നമുക്ക് തള്ളിക്കളയേണ്ട, പക്ഷേ അത് ദി അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന പുസ്തകത്തിലേതാണ്. എന്നാൽ വേറെ തിയോളജിയൻസ് മീഖായേൽ പിശാചിനെ ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകാൻ കാരണം തിയോളജിയൻസ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, പിശാചിനൊരാഗ്രഹം ഉണ്ടായിരുന്നു മോശയുടെ ശരീരം അവിടെ കിടക്കുകയും മോശയുടെ ശരീരം ഇസ്രായേൽ മക്കൾ ഒരു ആരാധ്യ വസ്തുവായി, ഒരു ഹോളി റെലിക് അറിയാമല്ലോ, ഒരു വിശുദ്ധാവശിഷ്ടമായി ഇവര് അതിനെ പൂജിക്കാൻ ഇടയാകണം എന്നുള്ളത് പിശാച് ആഗ്രഹിച്ചൊരു കാര്യമാണ്. മോശ മരിക്കുമെന്ന് കണ്ടപ്പോഴേ പിശാച് മരിക്കത്ര, നമ്മക്കിവന്മാരെ വീഴിക്കാൻ ഒരു കാര്യം കിട്ടി. ഇങ്ങനെ ഇരിക്കുമ്പോഴാ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ദീർഘനാളായുള്ള ആ വലിയ സ്വപ്നം തകരാറിലാക്കിക്കൊണ്ട് അവനെ ഉയർപ്പിക്കുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞവൻ ഒരു വീരവാദവുമായി അവിടെ എത്തുകയാണ്. മാത്രമല്ല ചിലർ അഭിപ്രായപ്പെടുന്നത് അതൊരു കാരണവും, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊന്ന് പറയുന്നത് മാറിരൂപമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളത്. അപ്പോൾ പിശാചിന് നേരത്തെ കൂട്ടി അറിയാമായിരുന്നോ എന്ന ചോദ്യം വരും. അപ്പോൾ അതിനെ അധികം പേരും അവൻ സർവജ്ഞാനി അല്ലാത്തതുകൊണ്ട് ആ രണ്ടാമത്തെ ആശയത്തെ അധികം പേരും തുണയ്ക്കുന്നില്ല, പിന്താങ്ങുന്നില്ല. അത് വലിയ പ്രധാനമല്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രധാനമായി പിശാച് തടയാനുള്ള കാരണമായി കാണുന്നത് ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞത്, അത് ഒരു ഹോളി റെലിക്കായിട്ട് അത് നിൽക്കണം എന്നവൻ ആഗ്രഹിച്ചു. അവന്റെ ആ വലിയ സ്വപ്നം നടക്കില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, മീൻസ് ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയത്, ആ പിച്ചള സർപ്പത്തെ തന്നെ നെഹുഷ്ഠാൻ എന്ന് പേരിട്ട് ഇസ്രായേൽ വളരെ നാള് അതിന്റെ മുമ്പിൽ ധൂപം കാട്ടി ആരാധിച്ച് കുമ്പിട്ട് പോന്നു. മോശയുടെ ശരീരം കിട്ടിയിരുന്നെങ്കിൽ വെച്ചേക്കുമോ? ഒരിക്കലുമില്ല. അവര് തീർച്ചയായിട്ടും അതിന്റെ മുമ്പിൽ കുമ്പിടുമായിരുന്നു. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ നെഹുഷ്ഠാൻ അതിനെക്കുറിച്ചുള്ള ആ പരാമർശം നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഇതുകൊണ്ട് മോശ ഒരു ചെറിയ പ്രബോധനം, ഒരു ഭൗമിക വസ്തുവിന്മേലും എന്തെങ്കിലും ഒരു സ്പിരിച്വൽ വെർച്യു ആവാഹിക്കുവാൻ ദൈവം പുതിയ നിയമത്തിൽ അനുവദിച്ചിട്ടില്ല. യാതൊരു ഭൗമിക വസ്തുവിന്റെ മേലും, ഒരു മെറ്റീരിയൽ വസ്തുവിന്റെ മേലും എന്തെങ്കിലും ഒരു ആത്മീക ശക്തിയോ വിശേഷണമോ ആവാഹിക്കുക എന്ന ആശയം പുതിയ നിയമത്തിൽ നിരക്കുന്നത് അല്ല. സ്തോത്രം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു ഈവൻ കർത്തൃതിരുമേശയിലെ അപ്പവീഞ്ഞുകൾ പോലും സ്തോത്രം യേശുവിന്റെ ശരീരവും രക്തവും ആയിത്തീരുന്നില്ല. ഒരു മെറ്റീരിയൽ വസ്തുവിന്റെ മേലും നമ്മൾ ഒരു സ്പിരിച്വൽ വെർച്യു, ഒരു ഡിവൈൻ വെർച്യു ആവാഹിക്കുക എന്നുള്ളത് ദൈവവചനത്തിന് നിരക്കുന്ന ഒരു കാര്യം അല്ല. ഞാനിത് പറയാൻ കാരണം, എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, തൂവാല പ്രാർത്ഥിച്ച് കൊടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ദൈവവചനത്തിന്റെ സത്യവുമായി നിരക്കുന്നതല്ല. കേൾക്കണേ. അപ്പൊ എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കാൻ പുസ്തകത്തിലില്ലേ? എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കാനല്ല, മൂപ്പന്മാർ എണ്ണ പൂശി പ്രാർത്ഥിക്കാനാ. സൗഖ്യമാക്കുന്നത് എണ്ണയല്ല, പ്രാർത്ഥനയാ. വായിച്ചു നോക്കൂ, യോക്കാവിന്റെ പ്രാർത്ഥനയാ, എണ്ണയ്ക്കല്ല, പ്രാർത്ഥനയ്ക്കാണ് അവിടെ മൂല്യമുള്ളത്. അപ്പോൾ തൂവാല പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പുസ്തകത്തിലുണ്ടല്ലോ, പൗലോസിന്റെ റൂമാലും ഉത്തിരിയും ഒക്കെ കൊണ്ടിട്ട് സൗഖ്യം പ്രാപിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യത്തിൽ അത് അത്യാവശ്യമായിരുന്നത് കൊണ്ട് അതിന് കൂടുതൽ വിശദീകരണത്തിന് ഇപ്പൊ സമയം എടുക്കുന്നില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലകത്തിലെ പദം വേർപ്പ് ഇറങ്ങുമ്പോൾ, താഴോട്ട് ഇറങ്ങുമ്പോൾ കണ്ണിൽ പെടാതിരിക്കാനായി കൂലിക്കാരെ നെറ്റിയിൽ ചുറ്റിക്കെട്ടുന്ന തുകൽ കഷണം എന്നാണ് ഉത്തരീയം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം. കേൾക്കണേ. സ്തോത്രം. വേർപ്പ്, പൗലോസ് കഷണ്ടിക്കാരനായിരുന്ന ഉണ്ട്. കഷണ്ടി ശരിക്കും പണിയുന്ന ആളായിരുന്നു, കൂടാരപ്പണി.
ഈ കൂടാരപ്പണി ചെയ്യുമ്പോൾ ഈ വേർപ്പ് കണ്ണിലോട്ട് ഇറങ്ങാതിരിക്കാൻ ഒരു തുകൽ കഷണം ഇങ്ങനെ കെട്ടുമായിരുന്നു. ആ തുകൽ കഷണമാണ്. അതിനെക്കുറിച്ചൊരു FF ബ്രൂസ് എന്ന ബഹുമാന്യനായ ദേവദാസൻ പറഞ്ഞ വിശദീകരണം റഫറൻ പറഞ്ഞല്ലോ, ഒന്നും കൂടെ പറഞ്ഞു പോകാം, എൻ്റെ കൂടെ വന്നേ പ്ലീസ്. അത് ഇതാ, ഈ കൂടാരപ്പണി എന്നൊക്കെ പറയുമ്പോൾ അനേക ഭാഗങ്ങളിൽ കുറ്റികൾ അടിച്ച്, നമുക്കറിയാമല്ലോ പണ്ട് ഈ തടി കൊണ്ട് വീട് പണിയുമ്പോൾ മോന്തായം കൂട്ടുക എന്ന് പറയും, വളരെ പ്രധാനമാണ്. മിടുക്കനായ ആശാരിയാണോ ചെയ്യുന്നത് മോന്തായം കൂട്ടുന്നത്. ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. മിടുക്കൻ ആശാരി കയറി അത് കഴിയാതെ ഇറങ്ങുകയില്ല, ഇറങ്ങിയാൽ ശരിയാവത്തുമില്ല. ഇതുപോലെ ഈ കൂടാരപ്പണിയിലും 4 ചുറ്റും കുറ്റികൾ അടിച്ച് ഇതെല്ലാം വലിച്ചു കെട്ടി നടുവിലുള്ള തൂണിന്മേൽ ഇത് ചേർത്ത് മുറുക്കുന്ന ഒരു സമയമുണ്ട്. അത് എല്ലാ ആംഗിളും കറക്റ്റ് ആയിരിക്കണം, ഒരുപോലെ കറക്റ്റായിട്ട് ഈ ചരടുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അതവിടെ ബന്ധിക്കുന്ന, അവിടെ കെട്ടി മുറുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം അത് ദീർഘമായ സമയമെടുക്കും ഈ പണി തീരാനായി. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പൗലോസ് അവിടെ സുവിശേഷകനായിട്ട് പ്രവർത്തിക്കുന്നു. ആർക്കെങ്കിലും ഒരു അസുഖമായി കിടക്കുന്നു, ആരെങ്കിലും എൻ്റെ പൊന്നു ദൈവദാസനെ ഒന്ന് വരണേ, ഒന്ന് പ്രാർത്ഥിക്കണേ പ്ലീസ്, അയാൾ മരിക്കാൻ തുടങ്ങുന്നു. എന്ത് ചെയ്യും? ഈ പണി വിട്ടേച്ച് പോകാൻ കഴിയുകയില്ല. ആ സന്ദർഭത്തിൽ മനസ്സിലായില്ലേ, തലയിൽ കെട്ടിയിരുന്ന, നെറ്റിയിൽ കെട്ടിയിരുന്ന ആ തുകൽ കഷ്ണം എടുത്തു കൊടുത്തെന്നും അത് കൊണ്ടുവന്നപ്പോൾ ദുരാത്മാക്കളൊക്കെ എല്ലാവർക്കും ഒരു ബോഡി ഓർഡർ ഉണ്ട്. പൗലോസിന്റെ വിയർപ്പിൽ കുളിച്ച തുകൽ കഷ്ണവും അങ്ങോട്ട് ചെല്ലുമ്പോൾ പൗലോസിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവർക്കുണ്ടാകുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്തു എന്നാണ് FF ബ്രൂസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നിരിക്കട്ടെ, ഫിസിക്കലായിട്ട് നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവർക്ക് ഒരു വിശ്വാസം എക്സർസൈസ് ചെയ്യാൻ, അവർക്ക് ആ വിശ്വാസം ഉണ്ടാകാൻ, അവർക്കൊരാശ്വാസത്തിന് വേണ്ടി, മനസ്സിലാവുന്നുണ്ടേ, സ്തോത്രം, നമ്മൾ അവിടെ നിന്ന് ചെന്നേ ഒക്കുമെന്ന് അവർ നിർബന്ധം പറയുമ്പോൾ, പക്ഷെ നമുക്ക് ചെല്ലാൻ സാഹചര്യമില്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടോക്കൺ കൊടുത്തയക്കുന്നത് വേദവിപരീതമല്ല. പക്ഷേ അത് അപൂർവമായും ഇങ്ങനെയുള്ള എമർജൻസീസിലും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ വസ്തുവിൽ എന്തെങ്കിലും ഒരു ശക്തി ആവാഹിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തനീയം അല്ല. അത് മോശയുടെ ശരീരത്തെ പൂജിക്കുന്ന പോലെ ഇരുന്നു പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്ഥലത്തിന് പ്രത്യേകതയില്ല, ദിവസത്തിന് പ്രത്യേകതയില്ല, ഇതിനൊന്നും പുതിയ നിയമത്തിൽ വരുമ്പോൾ പ്രത്യേകതയില്ല. സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. കർത്താവിനെ ഭരിച്ചിട്ട് ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദൂഷിക്കുന്നു. അടുത്ത കണ്ടേ, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെ തങ്ങളെ തന്നെ വഷളാക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്താ? ഈ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഭൗമിക കാര്യം മാത്രം ചിന്തിക്കുന്നു. നമ്മുടെ ആളുകളുടെ പ്രശ്നമായത് ഈ പലപ്പോഴും ഈ വിശ്വാസത്യാഗവും ഈ ദുരുപദേശങ്ങളും ഒക്കെ സംഭവിക്കുന്നതിന്റെ കാരണം ഭൗമിക വിഷയത്തിലേക്ക് തിരിയുന്നതാ. ഈ മൃഗങ്ങൾ 73-ാം സംഘത്തിൽ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം. ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ള നല്ലവനാന്ന്, പക്ഷെ എന്റെ കാലിൽ ഏകദേശം കാലിൽ ഏറെക്കൂടെ വീട്ടിൽ പോയി ദുഷ്ടന്മാർസൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ എനിക്കോ എന്തൊരു കഷ്ടമാണ്. ഞാൻ ഉഷസ്സോട് ദണ്ഡിക്കപ്പെട്ടിരുന്നു, ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈ കഴുകിയതാ, ഞാൻ വിശുദ്ധനായി ജീവിക്കുന്നു, മറ്റവന് ദുഷ്ടന് ഒരു കുഴപ്പമില്ല, എനിക്കെന്തൊരു കഷ്ടങ്ങളാ. ഒരു മനുഷ്യനെ, ഒരു രോഗിക്ക് എന്തെങ്കിലും സുഖം ഉണ്ടെങ്കിൽ അത് രാവിലെയാണ്. അന്നേരം എനിക്ക് ദണ്ഡനമാണ്, പിന്നെ വൈകിട്ടത്തെ കാര്യം പറയാനുണ്ടോ? ആസാപ്പ് സങ്കടം പറയുക, ഞാനിങ്ങനെ വിഷമിക്കുക. ഒടുവിൽ താഴോട്ട് വായിക്കുമ്പോൾ, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ നിരത്തി ചെന്നു. പ്രശ്നമുള്ളപ്പോൾ പ്രശ്നവും കൊണ്ട് നടക്കരുത്, ദൈവത്തിൽ നിന്ന് ഓടുകയല്ല വേണ്ട, അങ്ങോട്ട് ചെല്ലുക വേണ്ടത്. മനസ്സിലായില്ലേ? ചെന്നു അവിടെ അന്തവെന്താകുമെന്ന് ചെയ്ത് നിശ്ചയമായി നീ ഒരേ വഴിയൊഴിപ്പിൽ. ആസാവോടെ പറയുന്നത്, ഞാനിങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവരുമായിരുന്നു. നിന്റെ മുമ്പിൽ മൃഗം പോലെ എന്ന് പറഞ്ഞാൽ ഭൗമിക വിഷയങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നവന് വേദോസ്തവം പറയുന്ന പേരാണ് മൃഗം. ദേഷ്യം വരല്ലേ? ഭൗമികമായ നന്മ ദൈവം എനിക്ക് തന്നെങ്കിൽ ഞാൻ ഓക്കെയാണ്. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം തന്നെ കരുണയിൽ തന്നതാ, നമുക്കും തന്നു, ദാവൂദ് ഇബ്രാഹിമിനും കൊടുത്തു. എന്റെ കൂടെ ഉണ്ടേ സ്തോത്രം. അതും ഇതും കൂടെ ഒന്നിക്കരുതെന്ന് പറയും. ശരിയാണ്, ഒന്നിക്കരുത്, രണ്ടും രണ്ടാ. പക്ഷേ ആർക്കും കിട്ടിയില്ലേ? എന്റെ കൂടെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഭൗമിക നന്മ ദൈവം നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിച്ച് നിങ്ങളും ദൈവം കൂടെ ശരിയാണെന്ന ചിന്തയിൽ ദയവായി വരരുത്. രണ്ടും രണ്ടാണ്. ഭക്തിയായി ജീവിക്കാനുള്ളതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കും. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. അബുദാബിൽ നിന്നാ പറയുന്നതെന്ന് ഓർമ്മയുണ്ട് കേട്ടോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സ്തോത്രം. വെക്കരുത്.
അതുകൊണ്ട് ഭൗമികമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ച് എല്ലാം ശരിയാണെന്ന ധാരണ ഉണ്ടാകരുത്. ഭൗമിക അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി. ഈ മൃഗങ്ങൾക്കൊരു പേരുണ്ട്, അധോമുഖികൾ എന്നാ പറയുന്നത്. അധോമുഖി എന്ന് പറഞ്ഞാൽ കീഴോട്ട് നോക്കുന്നത്. എപ്പോഴും മൃഗങ്ങളെല്ലാം എപ്പോഴും താഴോട്ടല്ലേ നോക്കുന്നത്, ഇങ്ങനെ നോക്കിയേ നടക്കുള്ളൂ. ഞങ്ങൾ പശുവിനെ വളർത്തുന്നവരായിരുന്നു. ഈ ചിലപ്പം ഈ പശു മേളോട്ട് തലതിരിക്കും. പശു മേളിലോട്ട് തലതിരിച്ചാൽ ചില ലക്ഷണം കെട്ടെന്ന് പറയും. ലക്ഷണം ഇത് കീഴോട്ട് നോക്കണം എന്നാ മേലോട്ട് നോക്കുന്നത്. മനുഷ്യനെങ്ങനെയാണെന്നറിയാം, മനുഷ്യൻ മുന്നോട്ടും മുകളിലോട്ടും നോക്കണ്ട. ദൈവം അതിനാണ് നമ്മളെ സൃഷ്ടിച്ചത്. The erect posture of a man is a miracle. നമുക്കിങ്ങനെ നേരെ നടക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ നോർത്ത് നോക്കി, 90 കിലോ തൂക്കമുള്ള ഒരാൾ, ഒരു 50 കിലോ തൂക്കമുള്ള ഒരു സിമെന്റ് ചാക്കും തലയെ വെച്ചോണ്ട് 2 കൈയും വീശി എത്രയും നിലത്ത് മുട്ടുന്നുണ്ട്, ഇഞ്ചുകൾ മാത്രം നിലത്ത് നിൽക്കുന്നു. ഒരു മലമ്പാതിൽ 2 കൈയും വീശി ഓടിപ്പോയി. എന്നാ ബാലൻസ്! ഈ ബാലൻസിന്റെ കാരണം എന്താണെന്ന്, ചെവിയിലിരിക്കുന്ന 2 ലേബറിൻ 2 ചുരുളുകൾക്കകത്ത് ഒരു ദ്രാവകം ഉണ്ട്, അതേ ഉള്ളൂ. അതാ ബാലൻസ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇതൊരു അത്ഭുതമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അത്ഭുതം. നമ്മൾ മുമ്പോട്ട് നോക്കാനും മുകളിലോട്ട് നോക്കാനുമാ. ഈ കീഴോട്ട് നോക്കിയായി മാത്രം നടക്കരുത്. ലോത്തിനെ പോലെ ആകരുത്. ആ മൃഗത്തെ പോലെ ആകുന്നത് കൊണ്ടാണ്, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ ആകുന്നത് കൊണ്ടാണ് സ്വാഭാവികമായി ഗ്രഹിക്കുന്നത്. അതാ സ്വാഭാവികമായി ഗ്രഹിക്കുന്നത്. ഇവിടെ കാണുന്നത് മാത്രം ചിന്തിക്കും, അകത്തോട്ട് നോക്കില്ല, നിത്യതയിലോട്ട് നോക്കിയില്ല. സ്തോത്രം. ഒത്തിരി വിശദീകരിക്കുന്നതാണേലും നേരമില്ല, പോവുകയാണ് മുമ്പോട്ട്. സ്തോത്രം. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ കൂടുതൽ പറയാം. അവർക്കയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കണ്ടില്ലേ കയ്യിന്റെ വഴി? എന്താ ഈ കയ്യിന്റെ വഴി? സ്തോത്രം. കയ്യിന്റെ വഴി നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കയ്യിനെയും ഹാബേലിനെയും കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മറന്നുപോയെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ കുറിച്ചൊക്കെ ഇങ്ങോട്ട് വന്നു. പക്ഷെ അതെല്ലാം പറയാൻ ഇവിടെ എൻ്റെ മുമ്പിൽ നേരെയില്ല. എന്താ കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞത്? എന്തുകൊണ്ടാ? നമ്മൾ ചിന്തിക്കും രക്തച്ചൊരിച്ചിൽ ഇല്ലാഞ്ഞതുകൊണ്ട് അതൊരു കാരണമാണെന്ന് പറയാം. പക്ഷേ ശ്രദ്ധിക്കണേ, പ്രധാനമായിട്ടും ഹാബേൽ വിശ്വസിച്ചു എന്ന് പറയുന്നല്ലോ. എന്തോ വിശ്വസിച്ചു? നമുക്കറിയാം, കായീനോട് ഹാബേലിനോടും ആദാമും ഹവ്വയും പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നുമക്കളെ, നമ്മളതോ അങ്ങ് ദൂരെ ഏതോ ഒരു ആകാശത്തേക്ക് ചക്രവാള സീമയിൽ ഒരു പ്രകാശം പൊങ്ങുന്ന നിങ്ങൾ കണ്ടോ? അത് കണ്ടു. അത് തീ പാളുന്ന വാളാത്. അത് ജീവന്റെ വൃക്ഷത്തിലേക്ക് പോകുന്ന വഴി അടച്ചു നിൽക്കുന്ന കെരൂബുകളാട്ടോ. പോകാനൊക്കില്ല, നമുക്ക് വഴി അടഞ്ഞു പോകില്ല. എന്നിട്ട് അവിടെ കഥകളെല്ലാം പറഞ്ഞു. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടവരായിരുന്നു. അയ്യോ, ഈ മരം ഇതൊന്നുമല്ല, ഈ തോലൊന്നുമല്ലായിരുന്നു, തേജസ്സായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കഥകളൊക്കെ പറഞ്ഞു. ഏതായാലും മരിക്കുമെന്ന് പേടിച്ചിനി എന്താ അവരിൽ നിന്ന് ഭയം തിരുന്നപ്പോൾ ദൈവം അവിടെ വന്നു, ഒരാടിനെ കൊന്നു. അതിന്റെ കരച്ചിൽ മറക്കാനൊക്കില്ല. അതിന്റെ തോലുരിച്ചെടുത്ത് ഞങ്ങളെ ഉടുപ്പിച്ചതാ. എന്നിട്ട് കർത്താവ് ഞങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദൈവം ഞങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമുക്ക് പറുദീസ, നമുക്ക് ആ ഏതിൻ തിരികെ കിട്ടും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ആട് അന്നേരം മരിച്ചതുകൊണ്ട്, കൊല്ലപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ മേലുള്ള ദൈവകോപത്തിന് തൽക്കാലം ഒരു നിവൃത്തി വന്നത്. സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഹവ്വ കയീനോടും ഹാബേലിനോടും പറഞ്ഞിട്ടുണ്ട്. ഹാബേൽ അതോർത്തു. ദൈവത്തിന്റെ പ്രൊവിഷൻ, രക്തച്ചൊരിച്ചിലോടുകൂടി ഞങ്ങൾക്ക് പകരം മരിച്ച കുഞ്ഞാട്, എന്റെ അമ്മയപ്പന്മാർക്ക് പകരം മരിച്ച കുഞ്ഞാട്, ഞങ്ങളെ ഉടുപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാട്, ദൈവം ഒരുക്കിയ പ്രൊവിഷൻ. സ്തോത്രം. അത് ഹാബേൽ ഓർത്തു. അവൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് പുറകോട്ട് നോക്കി. സ്തോത്രം. വിശ്വാസ തലവൻ കാൽവരിലോട്ട് മുന്നോട്ട് നോക്കിയായിരുന്നു. പുറകോട്ട് ദൈവം ചെയ്തതിനെയും ദൈവം ചെയ്യാൻ പോകുന്നതിനെയും മുമ്പോട്ട് നോക്കി ദൈവത്തിൽ വിശ്വസിച്ചു. എന്നാൽ കായേനാകട്ടെ, അവനതൊന്നുമല്ല പ്രധാനം. അവന്റെ അധ്വാനം കൊണ്ട്, തന്റെ അധ്വാനത്തിന്റെ ഫലത്തെ ദൈവം അംഗീകരിക്കണമെന്നാണ് കായേൻ ആഗ്രഹിച്ചത്. മനസ്സിലായില്ലേ? കയ്യിന്റെ ആഗ്രഹം, ഞാൻ കൃഷി ചെയ്ത് കണ്ടില്ലേ, എന്റെ കയ്യുടെ അധ്വാനത്തിന്റെ ഫലം. ഇന്നും ഇത് രണ്ടുമാണ്. സ്തോത്രം. അറിയാമല്ലോ, വിശ്വാസമാർഗവും കർമ്മമാർഗവും. വിശ്വാസമാർഗവും കർമ്മമാർഗവും. കയ്യട പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമ്പൂർണമായ ആശ്രയം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതാണ് കയ്യിന്റെ വഴിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. കയ്യട പ്രവൃത്തി കൊണ്ട്, സ്തോത്രം, സ്വന്തം അധ്വാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, സ്തോത്രം, സൽപ്രവൃത്തികളാൽ
ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, സ്തോത്രം, ദൈവം തങ്ങളുടെ പ്രവർത്തികളിൽ പ്രസാദിക്കണമെന്ന് ചിന്തിക്കുന്നവർ, അവരാണ് കയീന്റെ വഴിയിൽ നടക്കുന്നവർ. അവരെന്ത് ചെയ്തു? അടുത്തത് സഹോദരനെ കൊന്നു. ദൈവപ്രസാദം കിട്ടാഞ്ഞൊരു സഹോദരനെ അവൻ കൊന്നുകളഞ്ഞു. സഹോദരനെ കൊല്ലരുത്. കൊല്ലരുതെന്ന് പറയുമ്പോൾ കത്തിയെടുത്ത് കുത്തരുതെന്ന് മാത്രമല്ല, സഹോദരനോട് കയർക്കുന്നവൻ, കോപിക്കുന്നവൻ ആരാ? കൊലപാതകന്. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? തല്ലിപ്പിരിയരുത് സഭകൾ. തല്ലിയല്ല പിരിയേണ്ടത്. പിന്നെ മക്കളെ മാറ്റി പാർപ്പിക്കുന്ന പോലെ അത്യാവശ്യമാണെങ്കിൽ, എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഒരു വീട്ടിൽ 5 പിള്ളേരുണ്ട്, 5 ഏക്കർ തോട്ടമുണ്ട്, 5 ഏക്കർ ഭൂമിയുണ്ട്. മൂത്തവൻ കല്യാണം കഴിച്ചു. രണ്ടാമൻ കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാം? രണ്ടാമൻ കല്യാണം കഴിക്കുമ്പോൾ മൂത്തവനെ കുടുംബത്തെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു. മൂന്നാമൻ കല്യാണം കഴിക്കുമ്പോൾ രണ്ടാമനെ മാറ്റി പാർപ്പിച്ചു. നാലാമൻ കല്യാണം കഴിക്കുമ്പോൾ മൂന്നാമനെയും, 5-ാമൻ കല്യാണം കഴിക്കുമ്പോൾ 4-ാമനെയും മാറ്റി പാർപ്പിച്ചു. ഇവരെല്ലാം കൂടി ഒത്തുകിടന്നാൽ നടക്കുകയില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള, ചിന്തയുള്ള, കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ചിന്തയുള്ള അമ്മയപ്പന്മാർ അത് വേണ്ട പോലെ ചെയ്യും. 5 വീട് ഒരു കുടുംബം. 5 വീട് ഒരു കുടുംബം. സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യതയിലും ക്രിസ്തീയ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു പുതിയ കൂടിവരവ് ഉണ്ടാകാൻ പാടുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? സ്തോത്രം. അല്ലാത്തവർ കയീന്റെ വഴിയിലാണോ എന്ന് ഒന്ന് പരിശോധിച്ചേക്കണേ. ദേഷ്യം വന്നോ? സ്തോത്രം. ദേഷ്യം വരുന്നതിനകത്ത് അർത്ഥമില്ല. ഒരു സ്വയശോധന ചെയ്യണം. MCC കൊള്ളാം. എല്ലാ സഭകളും ഒരുമിച്ച് കൂടാൻ, ഹൃദയം തുറന്ന് അന്യോന്യം കൂട്ടായ്മയാതിരിക്കാൻ കഴിയണം. ഹൃദയം തുറന്ന്. കർത്താവ് ഒരു സ്വർഗത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. സ്തോത്രം. സഹോദരനോട് കയർക്കുന്നവൻ കയീന്റെ വഴിയിലാണ്. അടുത്തത് രണ്ടാമത്തെ എന്താ? ബിലയാമിന്റെ വഞ്ചന. ബിലയാമിന്റെ കൂലി കൊതിച്ച് നമ്മുടെ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ആരെ ഈ ബിലയാം? ബിലയാം നമുക്കറിയാമല്ലോ, ഒരു പ്രശ്നക്കാരനായിരുന്നു. ബിലയാം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നോ? ഒരു വാക്യം ഒന്ന് വായിച്ചേക്കണേ. ഒരു വാക്യം നമ്മളിന്ന് വായിച്ചില്ലല്ലോ. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യം വേഗം വായിക്കണേ. സംഖ്യാപുസ്തകം 22-ാം നേരം പോയി വേഗം പ്ലീസ്. സംഖ്യാപുസ്തകം 20. കണ്ടോ? പ്രശ്നദക്ഷിണയുമായി. എന്തുവായിട്ടാ ചെന്നേ? പ്രശ്നദക്ഷിണ. ബിലയാം ഒത്തിരി സത്യമൊക്കെ പറഞ്ഞു. പക്ഷേ അവന്റെ അടുത്ത് പോയത് എങ്ങനാ? പ്രശ്നദക്ഷിണയുമായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൻ പ്രശ്നം വെക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു ടൈപ്പ്. എന്നാൽ ഒരു ജാതീയനായിരുന്നു. അവന് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അവൻ കടന്നു വന്നു. സത്യദൈവവുമായി അവനൊരു ബന്ധമൊക്കെ ഉണ്ടായി. പക്ഷേ ദൈവം അവന് കൊടുത്ത കൃപകൾ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവം അവന് കൊടുത്ത ഉൾക്കാഴ്ച അവൻ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അവൻ പ്രശ്നദക്ഷിണ സ്വീകരിക്കാൻ തുടങ്ങി. എന്റെ കൂടെ ഉണ്ടേ? പ്രശ്നദക്ഷിണ സ്വീകരിച്ച് പ്രശ്നക്കാരനായി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പസ്റ്റേറ്റിന്റെ വിശ്വാസത്യാഗിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് ഇവനെക്കുറിച്ച് പറയാവുന്ന. കാരണം ഇവൻ തുടങ്ങിയപ്പോ ദൈവം ചില വെളിപ്പാടും ഒക്കെ കൊടുത്തൊക്കെ തുടങ്ങി. നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകരുത്. മനസ്സിലാവുന്നുണ്ടേ? ലൗകികതയിലേക്ക് തിരിഞ്ഞോ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. ലോകത്തിലേക്ക് നോക്കരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രശ്നദക്ഷിണയുമായി ആരെയും കാണേണ്ട ഒരു സ്ഥിതിയിലേക്ക് തരം താഴരുത്. നമ്മളാരും ബിലയാമിന്റെ കൂലി കൊതിക്കരുത്. ഞങ്ങൾ ശുശ്രൂഷകന്മാരോടാ ഞങ്ങൾ കൂടി ഇത് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടേ? പ്രിയപ്പെട്ടവരെ, ഭൗമിക നേട്ടം ഒരിക്കലും ഒരു ശുശ്രൂഷകന്റെ ലക്ഷ്യം ആയിരിക്കാൻ പാടില്ല. വേദപുസ്തകമൊക്കെ പാസ്റ്ററെ കുറിച്ചും പാസ്റ്ററൽ മിനിസ്റ്ററെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് ചിന്തിച്ചാൽ ഇത് ഗൗരവമെന്നറിയാവോ? പട്ടാജിക്ക് ഞാനിപ്പോ പോണില്ല. കണക്ക് ബോധിപ്പിക്കേണ്ടവരാ.
ഒരിക്കലും ആ വഴിയിൽ പോകരുത്. ഇന്ന് വിശ്വാസത്യാഗമുണ്ടാകാൻ പ്രധാന കാരണം ബിലെയാമിന്റെ കൂലി ഭ്രമം നമ്മുടെ ഇടയിൽ ഉണ്ടായതാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കോണം, ലോകത്തിലോട്ട് നോക്കരുത്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളാരും ഉപദേശിമാർക്കൊന്നും കൊടുക്കരുത്. ഉപദേശിമാരാരും ഒരു മനുഷ്യരുടെ കയ്യിൽ നിന്നും മേടിക്കരുത്. എന്നാ ഉപദേശി പറയണേ അല്ലേ? ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിൽ നിന്ന് വാങ്ങണം. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. ആർക്കാ കൊടുക്കുന്നേ? ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിൽ നിന്ന് വാങ്ങണം. കൊടുക്കുന്നവരും വാങ്ങുന്നവരും ആ ഉത്ബോധത്തോടുകൂടെ ശുശ്രൂഷിച്ചാൽ ബിലെയാമിനെ പോലുള്ളവർ ഉണ്ടാകില്ല. എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രശ്നദക്ഷിണ എന്തൊക്കെയാ പറഞ്ഞതൊക്കെ കറക്റ്റാ അല്ലേ? തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളോടുകൂടെ എന്തോ ഒരു പ്രബോധനങ്ങളാ. ഇപ്പോഴും നമ്മൾ വിളിച്ചു പറയും തനിച്ചു ഓർക്കുന്ന ജനം. വിശുദ്ധന്മാരുടെ അനുഭവം എത്ര വ്യക്തമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, സ്തോത്രം, അത് ബിലെയാമിന്റെ വായിൽ നിന്നായതുകൊണ്ട് മനസ്സിലായില്ലേ? ആ പ്രസ്താവനയ്ക്ക് ഒരു ശകലം ഇച്ചിരി ഒരു ഒരു തിളക്കം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് പറയുന്നതൊക്കെ നല്ലതാണേലും കയ്യിലിരിപ്പ് ഉണ്ടോ? ദൈവസൻ പ്രസാദകരമല്ലെങ്കിൽ അവരാണ് ആരുടെ വഴി പോകുന്നവർ? ബിലെയാമിന്റെ വഴിയിൽ പോകുന്നവർ. അവർ വിശ്വാസത്യാഗത്തിന് കാരണമാകുന്നു. അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുത്. അടുത്ത് പറയുമ്പോൾ ദേഷ്യന്മാരല്ല, അതാത് സഭകളിലെ ശുശ്രൂഷകന്മാരുടെ അറിവും അനുവാദവും കൂടാതെ യാതൊരു ശുശ്രൂഷകനെയും വീട്ടിൽ കയറ്റി അവരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ ദൈവസഭയിൽ വ്യവസ്ഥയില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ബിലെയാന്മാരുണ്ടാകുന്നു നമ്മുടെ ഇടയിൽ, നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഗൾഫിൽ നിന്നാ പറയുന്നത് എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് എന്തു പറ്റും? മൗലി പറഞ്ഞ മുന്നറിയിപ്പ് മറക്കരുത്. എന്താ മുന്നറിയിപ്പ്? രക്ഷിക്കപ്പെട്ടവരെ മിസ്രയീമിൽ രക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞു. ബിലെയാമിന്റെ കൂലി കൊതിച്ച് വഞ്ചനയിൽ കുടുങ്ങി, വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 3 പേരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 കയീൻ, 2 ബിലെയാം, 3 കോരഹ്. കയീൻ ഒരു കൃഷിക്കാരനും ബിലെയാം ഒരു പ്രവാചകനും കോരഹ് ഒരു പ്രഭുവുമായിരുന്നു. ഏത് കൂട്ടത്തിൽപ്പെട്ടവനായാലും വിശ്വാസത്യാഗത്തിന് കാരണക്കാരനാകാൻ സാധ്യത ഉണ്ട്. കയീൻ ഒരു കൃഷിക്കാരനാ, ബിലെയാം ഒരു പ്രവാചകൻ, കോരഹ് ഒരു പ്രഭുവായിരുന്നു കേട്ടോ. കോരഹ് പ്രഭുവായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിതിലേത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നമ്മൾ വിശ്വാസത്യാഗത്തിന്റെ സാധ്യതയ്ക്ക് മീരെയല്ല കീഴെയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കാൻ നിർബന്ധിതനാകുന്നു. സമയം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇത് നമുക്ക് മുന്നറിയിപ്പായിരുന്നു കൊള്ളട്ടെ. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കോരഹിന്റെ മത്സരമൊക്കെ ദയവീത് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം. അതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാ. എന്തായിരുന്നു കോരഹിന്റെ മത്സരം, അതെങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇടയിൽ ഉണ്ടായി, ഇതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ വായിക്കാൻ പറയാനേ എനിക്ക് സാവകാശമുള്ളൂ. എന്നാൽ അടുത്ത ഭാഗത്തിൽ ഇച്ചിരി കാര്യങ്ങൾ വിശദീകരിക്കണം. അത് പുസ്തകത്തിൽ നിന്ന് റെഫറൻസ് പറയാനൊക്കെ നല്ല, ഇത് റെഫറൻസ് പറയാനൊക്കെ ആയതുകൊണ്ട് ഞാൻ റെഫറൻസ് പറഞ്ഞ് അങ്ങ് വിടുകയാണ്. സ്തോത്രം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ് കോരഹിന്റെ മത്സരത്തെക്കുറിച്ച്. സംഖ്യാപുസ്തകം 22 മുതലുള്ള അധ്യായങ്ങളിൽ ചില അധ്യായങ്ങളിൽ ബിലെയാമിനെ കുറിച്ച്, അതുപോലെ കയീനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്. കയീൻ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി ഒന്നും ദൈവം അവനെ ആദ്യം തള്ളിയില്ല. തെറ്റ് ചെയ്യാൻ മുതിർന്നു. അവന്റെ മുഖം വാടിയപ്പോൾ ദൈവം അവനെ തള്ളിയില്ല. ദൈവത്തിന്റെ കാരണം നോക്കണം. ദൈവം അവനോട് പറഞ്ഞു, ഒരു കാര്യം, പാപം നിന്റെ വാതുക്കൽ
അതിന്റെ ആഗ്രഹം നിന്നോടാ. നീ അതിനെ ജയിച്ചോണം. അതെ, അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഉപസംഹാരമായി, പാപം വാതിക്കൽ കിടക്കും. അതിന്റെ ആഗ്രഹം നമ്മളോടാ. നമ്മളതിനെ ജയിക്കണം. വിശ്വാസത്യാഗത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഈ പട്ടണത്തിലാക്കിയിരിക്കുന്നത് വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ രാത്രി കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾക്ക് വല്ലവരും ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് വല്ലവരുമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാനുണ്ട്? നമുക്കൊന്ന് സ്വയശോധന ചെയ്യണം. ദൈവത്തിനെ നമ്മളെ ഏൽപ്പിക്കണം. കർത്താവിനെ വിളിച്ചാൽ അടുത്ത ക്ലാസ് ഈ സീരീസിന്റെ ഒടുവിലത്തെ ക്ലാസ്സാണ്. ദയവേത് ഇച്ചിരി കൂടെ നേരത്തെ വരുവാണെങ്കിൽ, നാളെ ജോലിയുള്ളതൊക്കെയാണ് എനിക്കറിയാം, അതുകൊണ്ട് താമസിച്ച് നിർത്തുന്നത് യോഗ്യമല്ല. ചില നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ കുറെ കാര്യങ്ങൾ കൂടി ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ചും കൂടി നേരത്തെ വരുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. സ്തോത്രം. ഇന്ന് ഞാൻ ഉപസംഹരിക്കുവാൻ പ്ലാൻ ചെയ്തതുപോലെ ഞാൻ ഉപസംഹരിക്കുവാൻ സമയമില്ല. എൻ്റെ വാക്ക് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. സ്തോത്രം. എങ്കിലും ഈ ഒരു ചിന്ത നിങ്ങളുടെ ഒന്ന് മനസ്സിലിരിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് വല്ലവരുമുണ്ടോ? അടുത്ത ഒരാഴ്ച, ഈ ഒരാഴ്ച കർത്താവിന്റെ വരവ് വൈകിയാൽ, കർത്താവേ, ഒരാളിനോടെങ്കിലും, മനസ്സിലായില്ലേ, ഒരാളിനോടെങ്കിലും ഞാൻ തിരുമേനിയുടെ സാക്ഷ്യം വഹിക്കും. എന്റെ ജീവിതം കൊണ്ട്, എന്റെ മാതൃകയുള്ള പെരുമാറ്റം കൊണ്ട് അടിയൻ തിരുമേനിയെ ഉയർത്തും. നമുക്കൊന്ന് പറയാമോ? സ്തോത്രം. അശുദ്ധ വഴികളിലേക്ക് തിരിയരുത്. വിശുദ്ധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വന്ദനം.